ഇന്ന് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ കാണുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ലോ അക്കാദമിയുടെ മുമ്പിൽ. ഇതിനാ ലോ അക്കാദമിയുടെ മുമ്പിൽ പോകുന്നത് വി രാജേഷ് മരണം വരെ നിരാഹാരം കിടക്കാൻ പോവുക. ആ സമരപന്തലിന് മുമ്പിൽ നിങ്ങളെ വിളിച്ച് ആക്ഷേപിച്ച വി രാജേഷ്, നിങ്ങളുടെ ഈ അഹമ്മദിന്റെ മരണത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഈ മറുപടി പറഞ്ഞ വി രാജേഷ് അവിടെ മരണം വരെ നിരാഹാരം കിടക്കാൻ പോവുക. ആരാ സന്ദർശിക്കാൻ പോകുന്നത്? പി.കെ. കുഞ്ഞാലിക്കുട്ടി സായി. കഴിഞ്ഞില്ല, പണക്കാട് തങ്ങൾ പോയിട്ട് വി രാജേഷിന്റെ കൈ പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? പൊന്നാര മോനെ, ഞാൻ ഇന്നലെ അറിഞ്ഞത് നീ മയ്യത്താപം കിടക്കുന്നത്, അതുകൊണ്ടാണ് നിന്നെ കാണാൻ വന്നത്. മയ്യത്താപം കിടക്കുക, മരണം വരെ നിരാഹാരം ഇല്ലേ? ആ വി രാജേഷും പാണക്കാട് തങ്ങളും അവിടെ പോയി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ലീഗിന്റെ മറക്കരുത്, മറക്കരുത്. ഈ അഹമ്മദ് സാഹിബ് അറിയോ നിങ്ങൾക്ക്? ഈ അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ കൊടിഞ്ഞു വീണു. ആ കൊടിഞ്ഞു വീണാൽ ഞാനും നിങ്ങളും ഒക്കെ ആർക്കും എപ്പോഴും ഹൃദയസമരം ഉണ്ടാവാം. ആരും കൊടിഞ്ഞു വീണാൽ എന്താണ് വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചത്? ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകളിൽ, ആരോഗ്യ ക്ലാസ്സുകളിലൊക്കെ പോയപ്പോ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ഒരു മനുഷ്യൻ കുടഞ്ഞു വീണാൽ ഇടതുഭാഗത്താണ് നെഞ്ച്. ആ ഇടതുഭാഗത്തെ നെഞ്ചിൽ നമ്മൾ ഇടത്തെ കൈവെക്കണം നമ്മുടെ, എന്നിട്ട് അതിന്റെ മുകളിൽ വലത്തെ കൈവെക്കണം. രണ്ട് കൈയും കൂട്ടി ശക്തമായി അമർത്തണം, നെഞ്ചും കൂടി താവണം. എന്നിട്ട് കൈ റിലീസാക്കണം, നെഞ്ചും കൂടി ഉയരണം, വീണ്ടും അമർത്തണം. എന്തിനാ? പ്രവർത്തനം നിലച്ചുപോയ ഹൃദയത്തെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ. അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ മറ്റൊരു മനുഷ്യന് ചെയ്യുന്നതിന് ചില പരിധികൾ ഏറി വന്നാൽ ഒത്തിരി നേരെ ചെയ്യാൻ പറ്റും. അത് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവരെയും കൊണ്ട് നേരെ മെഡിക്കൽ കോളേജിലേക്കോ തൊട്ടടുത്ത ആശുപത്രിയിലേക്കോ പോകും. ആ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിൽ ഒരു മെഷീൻ ഘടിപ്പിക്കും. ആ മെഷീൻ ഘടിപ്പിക്കുന്നത് എങ്ങനെയാ? നെഞ്ചത്താണ് ചേർത്ത് വെക്കുക. ആ നെഞ്ചത്ത് ചേർത്ത് വെച്ചാൽ കംപ്രസർ പോലെയുള്ള ചെറിയൊരു മെഷീൻ ഉണ്ട്. അതിങ്ങനെ നെഞ്ചുകൂടിനെ അമർത്തും. ഭയപ്പെട്ടു പോകും നമ്മൾ കണ്ടാൽ. അതിന്റെ ഡെമോ ഉണ്ട്, ഈ യൂട്യൂബിലൊക്കെ തരുന്ന. നമ്മൾ ഭയപ്പെട്ടു പോകും. അങ്ങനെ അമർത്തി വീണ്ടും നെഞ്ചുകൂടി ഉയർത്തും. ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇതൊരു മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള പരമാവധി സമയം 30 മിനിറ്റാണ്. ഏറിപ്പോയാൽ 40 മിനിറ്റ്. അത് ജസിലോഗ് ആശുപത്രിയിൽ ഫാസിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരം ഈ അഹമ്മദ് സാഹിബിന്റെ ശരീരത്തിൽ എത്ര നേരമാ പ്രവർത്തിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട ലീഗിനറിയോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്ക്. ഈ അഹമ്മദ് സാഹിബിനെ ജസിലോഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇത് എത്ര നേരമാണ് പ്രവർത്തിപ്പിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട ലീഗ് അറിയണം. അവർ യൂസ് ചെയ്ത എക്വിപ്മെന്റ് ഒരു മെക്കാനിക്കൽ കംപ്രഷൻ ഡിവൈസ് ഫോർ ദ ചെസ്റ്റ്, അതാണ് അവർ യൂസ് ചെയ്തത്. അത് ഹാർട്ടിനെ കംപ്രസ് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനുള്ള ഒരു എക്വിപ്മെന്റാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന്റെ ഹാർട്ട് നിലച്ചു പോയാൽ അത് തിരിച്ച് വരുന്നത് വരെ ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂഷ്വലി അതൊരു 30 മിനിറ്റ്സ് വരെയൊക്കെ വെക്കാം. പിന്നെ അതിൽ കൂടുതൽ പോയാൽ മേ ബി 40 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ സർവൈവൽ റേറ്റിന് ചാൻസ് ഇല്ല. ഓക്കെ, ഈ മെഷീനാണ് അവർ പറയുന്നത് അവർ 12 മണിക്കൂർ ഉപ്പാന്റെ ബോഡിയിൽ വെച്ചിരുന്നു. പിന്നെ ഒരുപാടുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കും കിടക്കുന്നില്ല. എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗിനറിയോ ആരെ ഈ വിതുമ്പിക്കൊണ്ട് സംസാരിക്കുന്നതെന്ന്? ഈ അഹമ്മദ് സാഹിബിന്റെ പ്രിയപ്പെട്ട മകൾ ഫൗസിയ. വെറും ഫൗസിയല്ല, ഡോക്ടർ ഫൗസിയ MBBS. ഡോക്ടർ ഫൗസിയ. എന്താ ഡോക്ടർ ഫൗസിയ പറഞ്ഞത്? എന്റെ പാപ്പാന്റെ ശരീരത്തിൽ ജസിലോഗ് ആശുപത്രിയിൽ ആ മെഷീൻ പ്രവർത്തിപ്പിച്ചത് 12 മണിക്കൂറാ. അങ്ങനെ ബാപ്പാന്റെ മയ്യത്ത് ഞങ്ങൾക്ക് കിട്ടുമ്പോ ബാപ്പാന്റെ മയ്യത്തിൽ കണ്ണ് ഇങ്ങനെ തുറിച്ചു നിൽക്കുകയാണ് പുറത്തേക്ക്. ബാപ്പാന്റെ മയ്യത്തിലെ ആന്തരിക അവയവങ്ങള് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാ. ആരാ പറഞ്ഞത്? ഡോക്ടർ ഫൗസിയ. ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ആമുഖമായി അടിവരയിട്ടത് പറഞ്ഞത്. നിങ്ങൾ ഫാസിസത്തോട് എത്രമാത്രം ചേർന്നു നിൽക്കുന്നുവോ അത്രമാത്രം ഫാസിസം നിങ്ങളുടെ തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണം വരച്ചു കാണിച്ചുകൊണ്ടാണ് ഈ അഹമ്മദ് സാഹിബ് മരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. ഇല്ലേ? അഹമ്മദ് സാഹിബിന് പകരം മത്സരിക്കുക എവിടെ? മലപ്പുറത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടി. പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ലീഗിന്റെ, കോൺഗ്രസിന്റെ, UDF-ന്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് RSS-നെതിരെയുള്ള പോരാട്ടത്തിൽ, BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന് കരുത്ത് പകരാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വോട്ട് ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട ലീഗ്, എന്നാണ് കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ ഡൽഹിയിൽ പോയിട്ട് പ്രതിജ്ഞ ചെയ്തത്? ഇല്ലേ? ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നമ്പർ വരികയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറയും.
ആ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എവിടെയുണ്ട്? കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ മത്സരിക്കുമ്പോഴേ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നോ അദ്ദേഹം എവിടെ? ഒന്ന് ചോദിക്ക്. അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എവിടെ? ഒന്ന് ചോദിക്ക്. എന്റെ പ്രസംഗം കേൾക്കുന്ന ലീഗിനറിയോ? അവർ രണ്ടുപേരും രാജിവെച്ച് ഇന്ന് BJP-യിലാണുള്ളത്. BJP-യിലേക്ക് നിരനിരയായി വരിവരിയായി ഒട്ടകങ്ങൾ നിരനിരയായി കേട്ടില്ലേ പാട്ട് എന്നതുപോലെ ഇങ്ങനെ പോവുക BJP-യിലേക്ക്. കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വോട്ട് ചെയ്യാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? രാജ്യത്ത് നിങ്ങൾ നോക്ക്. ഇവിടുത്തെ BJP-കാരനോട് വളരെ വിനീതമായി ചോദിക്കുക. നിങ്ങൾ എന്താ പറഞ്ഞു? രാജ്യത്ത് ഹിന്ദുത്വത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ. ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പിന്നീട് പറയാം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. വർഗീയ ഫാസിസം ഇല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ കൊന്നത് ആരൊക്കെയാ? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയാണോ നിങ്ങൾ കൊന്നത്? അല്ല. കൽബുർഗി, ആരാ കൽബുർഗി? മതന്യൂനപക്ഷമാണോ? അല്ല. ഗോവിന്ദ ബൻസാരെ ഹിന്ദുവാണ്, കൽബുർഗി ഹിന്ദുവാണ്. എന്തേ നിങ്ങൾ കൽബുർഗിയെ കൊന്നു? എന്തേ നിങ്ങൾ ഗോവിന്ദ ബൻസാരിയെ കൊന്നു? ഗോവിന്ദ ബൻസാരിയുടെ പ്രായം എത്രയാണ്? 85. കൽബുർഗിയുടെ പ്രായം എത്രയാണ്? 86. 55 ഇഞ്ചിന്റെ നെഞ്ചളവിന്റെ ഊക്ക് പറയുന്ന ഭരണകൂടം എന്തേ 86ഉം 85ഉം വയസ്സുള്ളവരെ ഭയപ്പെട്ടു? അക്ഷരങ്ങൾ അഗ്നിയാണ്, അത് ആളിപ്പടരും. ഫാസിസത്തിനെതിരെ എഴുതിയപ്പോ അവരെ നിങ്ങൾ വെടിവെച്ചു കൊന്നു. നിങ്ങൾക്കെതിരെ പറയുന്നവരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുകയാണ് ഇല്ലേ? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ തലക്ക് മുകളിൽ മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യവാദികളുടെ തലക്ക് മുകളിൽ, ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ തലക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ നിൽക്കുകയാണ് RSSഉം BJP-യും നരേന്ദ്രമോദിയും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വരെ കലാപങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ കലാപങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ ഇല്ലേ? നമ്മൾ കലാപങ്ങൾക്ക് ഇരയായിട്ടില്ല. നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടേ ഉള്ളൂ. മധ്യപൗരസ്ത്യ ദേശത്ത് അറബ് രാജ്യങ്ങളിൽ ഇവിടെ പ്രസംഗിച്ചല്ലോ ഷഹീദ് റൂമി. മതത്തിന്റെ പേരിൽ ഭരിക്കപ്പെടുന്ന രാജ്യം, ഇസ്ലാമിക രാജ്യം എന്ന് അറിയപ്പെടുന്ന രാജ്യം, പരസ്പരം പോരടിച്ച് മരിക്കുക. അപ്പൊ നിങ്ങൾ നോക്ക്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ അമ്മമാർ എണീറ്റ് പോയി. എന്താ കാരണം? വീടുകളിൽ കുട്ടികളിൽ കാത്തിരിക്കുക. അവരുടെ കൈകളിൽ കുട്ടികളുണ്ട് ഇല്ലേ? നിങ്ങൾക്കറിയോ, സിറിയ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം, ഇസ്ലാം ഭരിച്ച, മതം ഭരിച്ച ആ സിറിയയിലെ 2.5 ലക്ഷം കുട്ടികൾ ലോകത്തിന്റെ ഏതോ മൂലയിൽ അച്ഛനെവിടെ, അമ്മയെവിടെ, തന്റെ പ്രിയപ്പെട്ട ഏട്ടനും അനിയത്തിമാരും ഒക്കെ എവിടെ എന്നറിയാതെ അനാഥരായി കഴിയുന്നു. 2.5 ലക്ഷം. ലക്ഷക്കണക്കിന് ആളുകൾ സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി പോകുന്നു. ഇറാഖിന്റെ മണ്ണ് നോക്ക് നിങ്ങൾ, ഇറാന്റെ മണ്ണ് നോക്ക് നിങ്ങൾ, അവിടെയൊക്കെ അടിയോടിക്കപ്പെടുകയാ. വംശീയ കലാപങ്ങൾ, മതത്തിനുള്ളിലുള്ള വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇല്ലേ? മതത്തിന്റെ പേരിൽ ഭരിക്കപ്പെടുന്ന രാജ്യമാണ്. അവിടെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പറയുക, അത് ഇവിടെയല്ല, അവിടെയാണ്, അങ്ങ് ദൂരെയാണ്, മധ്യപൗരസ്ത്യ ദേശത്ത്. ഗുജറാത്തിന്റെ മണ്ണിൽ കലാപുണ്ടായി, ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടു. മുസാഫർപൂരിന്റെ മണ്ണിൽ കലാപുണ്ടായി, 100 കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോഴും നമ്മൾ പറയുകയാണ്, അത് ഇവിടെയല്ല, ഉത്തരേന്ത്യയിലാണ്, ഉത്തർപ്രദേശിലാണ്, അത് ഗുജറാത്തിലാണ്. പക്ഷെ എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുക, അതൊന്നും അവിടെയല്ല. ഇതാ ഇവിടെ എത്തി, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ പടിവാതിൽക്കൽ മുട്ടി വിളിക്കുകയാണ് കലാപകാരികൾ. ഭൂരിപക്ഷ വർഗീയവാദികൾ ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോ ന്യൂനപക്ഷ വർഗീയവാദികൾ മറുഭാഗത്ത് അണിനിരക്കുകയാ. രണ്ടിന്റെയും ശത്രുവായി നമ്മളുണ്ട്. അത് തന്നെയാണ് നമുക്ക് അഭിമാനം പകരുന്നത്. ഈ രണ്ടിന്റെയും ശത്രുക്കൾ നമ്മൾ തന്നെയാണ്, ഒരു സംശയമില്ല ഇല്ലേ? എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്? നരേന്ദ്രമോദി എങ്ങനെയാ പ്രധാനമന്ത്രിയായത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങളിൽ 56% ആളുകൾ മാത്രമേ പോളിംഗ് ബൂത്തിൽ പോയിട്ടുള്ളൂ. എന്റെ പ്രസംഗം കേൾക്കുന്ന BJP-കാരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ 56% കേവലം 31% വോട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 69% വോട്ടും നിങ്ങൾക്കെതിരാ. പക്ഷെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. എന്താ കാരണം? നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിന്റെ ഓടിളക്കി ഇറങ്ങി വന്നതല്ല. ഇന്ത്യൻ പാർലമെന്റിൽ BJP-ക്കാണ് ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ളത്. ആ മെമ്പർമാർ ഒരുമിച്ച് കൈപൊക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നു? 2ാം UPA സർക്കാരിന്റെ നെറികെട്ട ഭരണം. ആ ഭരണത്തിൽ ഗതികെട്ട ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു, ഈ ഭരണം ഒന്ന് മാറണം. ആ ചിന്തയുടെ മറപറ്റിയാണ് BJP മെല്ലെ മെല്ലെ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. 2ാം UPA സർക്കാരിന്റെ നെറികെട്ട ഭരണം എന്ന് ഞാൻ ഇവിടെ പറയുമ്പോ
എന്ന് പറയുന്നത് കേൾക്കുന്നു. ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വിശാലമായി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാം UPA സർക്കാരിന്റെ നെറികെട്ട ഭരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിനു മുമ്പ് രണ്ടിനു മുമ്പ് ഒന്നുണ്ടാവും. ഒന്നിൽ നിന്ന് തുടങ്ങും. ആ ഒന്നാം UPA സർക്കാർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്? അതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യ തിളങ്ങുകയാണ്, BJP തിളങ്ങുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ തിളങ്ങിയില്ല, BJP തിളങ്ങിയില്ല. അവർക്ക് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. മറുഭാഗത്ത് കോൺഗ്രസ്, അവർക്കും ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. പിന്നെ എങ്ങനെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം UPA സർക്കാർ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നു? ഓർക്കുന്നോ നിങ്ങൾ? ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മലപ്പുറം പാർലമെന്റ് സീറ്റ്, അന്ന് അതിന്റെ പേര് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് മഞ്ചേരി പാർലമെന്റ്, മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട. അന്ന് ലീഗിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് നിങ്ങൾക്ക് മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ 1,52,000 വോട്ട്. അങ്ങനെ ലീഗ് ജയിച്ചിരിക്കുന്ന മഞ്ചേരി പാർലമെന്റ് മണ്ഡലം, ആ മണ്ഡലത്തിൽ സഖാവ് TK ഹംസ മത്സരിക്കാൻ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാള. ഞാൻ ഇപ്പോഴും ഓർക്കാണ് അന്നത്തെ കാലത്ത് സഖാവ് ഹംസാക്ക നടത്തിയൊരു പ്രസംഗം. ഹംസാക്ക പറഞ്ഞു, കുട്ടികളെ, ഞാന് കിണർ കുത്തുന്നത് കരിമ്പാറക്ക് മുകളിലാണ്, വെള്ളം കാണുന്ന ഒരു ഉറപ്പില്ല. പക്ഷേ വെള്ളം കണ്ടാ പറ്റൂല. മുസ്ലിം ലീഗിന്റെ കരിമ്പാറയിൽ കിണർ കുത്തി സഖാവ് TK ഹംസ 48,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നുപോയി സഖാവ് TK ഹംസ. പക്ഷേ മുസ്ലിം ലീഗിനെ 48,000 വോട്ടിന് തോൽപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ കടന്നുപോയ സഖാവ് TK ഹംസ പാർലമെന്റിലെത്തിയപ്പോൾ ആർക്ക് വേണ്ടിയാ കൈപൊക്കിയത്? ഏത് ലീഗിനെയാണോ തോൽപ്പിച്ചത് അതേ ലീഗിന്റെ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിക്കൊള്ള മന്ത്രിസഭയ്ക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ സഖാവ് TK ഹംസ കൈപൊക്കി. എന്തേ അങ്ങനെ? ഓർക്കുന്നോ നിങ്ങൾ? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഒഴിച്ച് ബാക്കി 19 മണ്ഡലത്തിലും ജയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആരെയാണ് നമ്മൾ കേരളത്തിലെ 19 മണ്ഡലത്തിലും തോൽപ്പിച്ചത്? കോൺഗ്രസിനെ. കേരളത്തിൽ മാത്രമല്ല, കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 64 MP-മാരുണ്ടായി ഇടതുപക്ഷത്തിന്. ആ 64 MP-മാരും അതാത് സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ, പശ്ചിമ ബംഗാളിൽ, ത്രിപുരയിൽ ആരെയാ തോൽപ്പിച്ചത്? കോൺഗ്രസിനെ. ഏത് കോൺഗ്രസിനെ തോൽപ്പിച്ചാണോ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് 64 MP-മാർ, ആ 64 MP-മാരും ഇന്ത്യൻ പാർലമെന്റിൽ അതേ കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി കൈപൊക്കി. എന്തേ അങ്ങനെ? നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനുകൾ. ഒന്ന് BJP, അത് വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ്, അതിനെ പിന്തുണക്കാൻ നമുക്ക് നിവൃത്തിയില്ല. മറ്റൊന്ന് കോൺഗ്രസ്. 100 കുറ്റങ്ങൾ പറഞ്ഞാലും ഇത്തിരിയെങ്കിലും മതേതരത്വം അന്ന് അവശേഷിച്ചിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി മനമില്ല മനസ്സോടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം കോൺഗ്രസിന് വേണ്ടി കൈപൊക്കി. അങ്ങനെയാണ് ഒന്നാം UPA സർക്കാർ ഉണ്ടായിട്ടുള്ളത്. വലിയ നേട്ടങ്ങൾ ആ ഗവൺമെന്റ് ഉണ്ടായി എന്ന് നമ്മൾ പോലും അവകാശപ്പെടുന്നില്ല. പക്ഷേ വലിയ കോട്ടങ്ങളില്ലാതെ ആ ഗവൺമെന്റ് മുന്നോട്ട് പോയി. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഇരിക്കുന്നു വീട്ടമ്മമാർ, കുറെ വീട്ടമ്മമാര് പോയി ഇല്ലേ? ഈ വീട്ടമ്മമാർക്ക് ഒരു തൊഴിലിന്റെ ഉറപ്പ് കൊടുത്ത തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ഒന്നാം UPA ഗവൺമെന്റ്. എങ്ങനെ നടപ്പിലാക്കാൻ സാധിച്ചത്? ഇവിടെ കോൺഗ്രസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കോൺഗ്രസ്, ലീഗ്. നിങ്ങൾ അന്നത്തെ പ്രകടന പത്രിക, ആ കാലത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ലെങ്കിൽ ഞങ്ങളുണ്ട്, തരാം. ആ പ്രകടന പത്രിക എടുത്തിട്ടൊന്ന് വായിക്കാം. ആ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും UDF പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു? ഇല്ല. പക്ഷെ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കുക. ആ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കും. എങ്ങനെ നടപ്പിലാക്കാൻ സാധിച്ചത് ഓർക്കുന്നില്ലേ സഖാക്കളെ? മാടി വിളിച്ചില്ല അവര്. നിങ്ങൾ വാ, ഉപപ്രധാനമന്ത്രി സ്ഥാനം, 18 മന്ത്രിസ്ഥാനം, ആരെ എവിടെ ഗവർണറാക്കണം നിങ്ങൾ പറ. അധികാരത്തിന്റെ അപ്പക്കഷം കാണിച്ച് മാടി വിളിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അധികാരത്തിലേക്കില്ല, ഉപപ്രധാനമന്ത്രി വേണ്ട, മന്ത്രിസ്ഥാനം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് ചില മിനിമം പരിപാടികളുണ്ട്. ആ പദ്ധതികൾ നിങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കാം. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മിനിമം പദ്ധതികൾ അവർ അംഗീകരിച്ചത്. അങ്ങനെയാണ് നമ്മൾ പിന്തുണ കൊടുത്തത്. അങ്ങനെയാണ് നമ്മുടെ പദ്ധതിയിൽ വന്ന തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ ആ ഗവൺമെന്റിന് സാധിച്ചത്. നിങ്ങൾ നോക്ക്, ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ പെട്രോളിന്റെ വില എത്രയാ? ഒന്നാം UPA സർക്കാർ വരുമ്പോ 30 രൂപ. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 5 വർഷം ഭരിച്ച് ആ ഗവൺമെന്റ് അധികാരത്തിൽ ഇറങ്ങി പോകുമ്പോ അതേ പെട്രോളിന്റെ വില എത്രയാ? 36. 30 × 36. ആ 36-ൽ നിന്ന് രണ്ടാം UPA സർക്കാർ തുടങ്ങി. ഇടതുപക്ഷമില്ലാതെ അവർ 5 വർഷം ഭരിച്ചു. അധികാരത്തിൽ ഇറങ്ങി പോകുമ്പോ അതേ പെട്രോളിന്റെ വില 36 × 36 72. പെട്രോളിന്റെ വില കൂടി, ഡീസലിന്റെ വില കൂടി, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. രാജ്യത്ത് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇന്ത്യയിലെ ജനങ്ങളിൽ 70% ആളുകൾ 20 രൂപ വരുമാനമില്ലാത്ത പട്ടിണി പാവങ്ങളായി മാറി. ഇത് നാസർ കൊളായിന്റെ പടായോ CPM-ന്റെ പരാതിയോ അല്ല. ഇന്ത്യൻ പാർലമെന്റിൽ അന്നത്തെ കോൺഗ്രസ് അവതരിപ്പിച്ച കണക്ക്, ആ കണക്കിൽ അവർ പറയുന്നു ഇന്ത്യയിലെ ജനങ്ങളിൽ 70% ആളുകൾ 20 രൂപ വരുമാനമില്ലാത്ത പട്ടിണി പാവങ്ങളായി മാറി. ഞാനിത് പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കൂ. 20 രൂപ വരുമാനമില്ലാത്തവർ ഇവിടെ ഇപ്പോ ചായപ്പീടിയ ഈ ഹോട്ടലിൽ ഊണ് കിട്ടുമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ?
എന്തായാലും 20 രൂപ കൂണ് കിട്ടുമോ? വടകരയിൽ ഏതെങ്കിലും ഹോട്ടലിൽ കിട്ടൂല. 20 രൂപക്ക് മര്യാദയ്ക്ക് ഒരു ചായയും കടിയും കിട്ടുമോ നമ്മുടെ നാട്ടിൽ? കിട്ടില്ല. അതുപോലും കിട്ടാത്ത 20 രൂപ വരുമാനമില്ലാത്തവരാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ 70% എന്ന് ഞാനിവിടെ പ്രസംഗിച്ചാൽ എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല, വടകരയിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തുള്ള ഒരു മലയാളിയും വിശ്വസിക്കില്ല. എന്തേ മലയാളിക്ക് മാത്രം ഇത് വിശ്വസിക്കാൻ പ്രയാസം? മലയാളി അല്പം സമ്പന്നനാണ്. എന്താ സമ്പന്നതയ്ക്കുള്ള അടിസ്ഥാന കാരണം? 1957 സഖാവ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന ഒരു പൊന്നു തമ്പുരാൻ ഈ നാട് ഭരിച്ചിരുന്നു. അത് അടിസ്ഥാന കാരണം മാത്രം. പ്രധാന കാരണം അതല്ല. പ്രധാന കാരണം എന്താണ്? പ്രവാസം. അറബ് മണലാരണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ, അവരയക്കുന്ന കോടിക്കണക്കിന് പണം ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ട് കേരളം അല്പം സമ്പന്നമാണ്. ഇവിടെ ഇല്ലേ സഖാവ് ഇഷ്ടംപോലെ പ്രവാസികൾ, ഗൾഫുകാർ ഇല്ലേ? ആ ഗൾഫുകാര് നാട്ടിൽ വരുമ്പോ, ഇപ്പൊ വരുന്ന ഒരു സമയം, ഗൾഫുകാര് നാട്ടിൽ വരുമ്പോ നമ്മുടെ ഒരു ചോദ്യം ഉണ്ട്. ആദ്യത്തെ ചോദ്യം എന്താ അവനോട്? ഈ എപ്പോഴാ വന്ന്? അത് വലിയ കുഴപ്പമില്ലാത്ത ചോദ്യം. അടുത്ത ചോദ്യം ഉണ്ട്, ഈ എപ്പോഴാ പോണേ? ഓനെങ്ങനെ വന്ന് നടിയുന്നത്? ഇവിടെ വരുമ്പോഴാ സ്പ്രേ അടിക്കുന്നത്, ഇവിടെ വരുമ്പോഴാണ് കീശയിൽ 3-5 സിഗരറ്റ് ഇടുന്നത്. ഞാൻ പ്രതീകാത്മകമായി പറഞ്ഞുള്ളൂ. 5 വർഷത്തെ അനുഭവം എനിക്കുണ്ട്. ഞാനും 5 വർഷക്കാലത്തെ പ്രവാസിയായിരുന്നു. ഇല്ലേ? ഇവിടെ വരുമ്പോഴാണ് അവൻ ജീവിതം അറിയുന്നത്. ബാക്കിയുള്ള കാലം അനന്തമായ അറബ് മണലാരണ്യത്തിൽ ചുട്ടുപഴുത്ത സൂര്യന് ചൂടെ അവൻ അധ്വാനിക്കുകയാണ്. പോയിട്ടില്ല നിങ്ങൾ? കരിപ്പൂർ എയർപോർട്ടിൽ പ്രവാസിയെ യാത്രയാക്കാൻ നമുക്ക് ഇതുവരെ പോകാൻ പറ്റുക? എമിഗ്രേഷന്റെ ഒരു വാതിലുണ്ട് എയർപോർട്ടിൽ. ആ വാതിൽ വരെ നമുക്ക് പോവാം, അതിനപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ കഴിയില്ല. ആ എമിഗ്രേഷന്റെ വാതിൽ അങ്ങോട്ട് കിടക്കുന്ന പ്രവാസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മയ്യത്ത് കബറിൽ വെക്കുന്ന മാതിരിയാ, മരിച്ച മനുഷ്യന് മറമാടുന്ന മാതിരിയാ, ദഹിപ്പിക്കുന്ന മാതിരിയാ. എന്താ കാരണം? ആ അന്ത്യയാത്രക്ക് എല്ലാവരും ഉണ്ടാവും. അച്ഛനമ്മ, പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടാവും, നാട്ടുകാരുണ്ടാവും, കുട്ടികളുണ്ടാവും, എല്ലാവരും ഇല്ലേ? അവൻ ഒറ്റക്ക് അനന്തമായ ലോകത്തേക്ക്, അജ്ഞാതമായ ലോകത്തേക്കുള്ള യാത്ര, അതാണ് മരണം. കാലിക്കറ്റ് എയർപോർട്ടിന്റെ എമിഗ്രേഷന്റെ വാതിൽ കടന്ന് പ്രിയപ്പെട്ട പ്രവാസി കടന്നു പോകുമ്പോ അവന്റെ അച്ഛനമ്മ, പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, കുട്ടികൾ, നാട്ടുകാർ, കൂട്ടുകാർ എല്ലാവരും ടാറ്റ പറഞ്ഞ് പിരിയും. പിന്നെ അവൻ ഒറ്റക്ക് ആ വാതിൽ കടന്ന് ഇതുപോലെ ഇരിക്കും കസേരയിൽ. തൊട്ടടുത്ത വടകരക്കാരൻ, തൊട്ടിങ്ങപ്പുറത്തെ നാട്ടുകാരൻ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. അവനെ കാണില്ല. എന്താ കാണാത്തത്? കണ്ണ് നിറഞ്ഞൊഴുകുകയാ. എന്താ കാരണം? തന്റെ വൃദ്ധരായ മാതാപിതാക്കളെ നാട്ടില്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പറക്കമുറ്റാത്ത കുട്ടികള് അവളുടെ കയ്യിൽ, അവളെ ഈ ലോകത്താക്കി ഒറ്റക്ക് അവൻ പറക്കുകയാണ് അനന്തമായ അറബ് മണലാരണ്യത്തിലേക്ക്. കൊട്ടാരങ്ങൾ പണിയാനല്ല, സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാനല്ല, കണ്ണീർ കടലിന്റെ ദുരിതത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അറബിക്കടലിനക്കരേക്ക് പോയി അവിടെ ചുട്ടുപഴുത്ത സൂര്യന് ചൂടെ അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ, അവരയക്കുന്ന കോടിക്കണക്കിന് പണം ഈ കേരളത്തിന്റെ മണ്ണിൽ കുടുങ്ങി വരികയാണ്. അതുകൊണ്ട് കേരളം അല്പം സമ്പന്നമാണ്. അതുകൊണ്ടാണ് 20 രൂപയുടെ വരുമാനം വിശ്വസിക്കാൻ പ്രയാസം. എങ്ങനെയാ മലയാളി ഗൾഫിലേക്ക് പോയത്? ഗൾഫിലേക്ക് നടന്നു പോകാൻ പറ്റുമോ? വടകരയിൽ ഇപ്പോ ബസ്സില്ലെങ്കിൽ കോഴിക്കോടേക്ക് നടന്നു പോവാ എന്നതുപോലെ ഗൾഫിലേക്ക് നടന്നു പോകാൻ പറ്റുമോ? പറ്റൂല. ഗൾഫിലേക്ക് പോകണമെങ്കിൽ വിമാനം വേണം, വിമാനത്തിന് കടിത്തറപ്പം കൂലി കൊടുക്കണം. ഗൾഫിലേക്ക് പോകണമെങ്കിൽ വിസ വേണം, വിസക്ക് പണം കൊടുക്കണം. എവിടെയുണ്ട് മലയാളിയുടെ കയ്യിൽ പണം ഇതിനൊക്കെ കൊടുക്കാൻ? വർത്തമാന കാലത്തോടല്ല എന്റെ ചോദ്യം. നിങ്ങൾ വിചാരിക്കും ഇയാളെന്ത് ചോദ്യം ചോദിക്കുന്നു? വിമാനത്തിന് ടിക്കറ്റ് എടുക്കാനും വിസക്കും ഒക്കെ ആളെ പൈസ ഇല്ലേ? ഇല്ലേ വായ്പ ചോദിച്ചാൽ കിട്ടൂലേ? ഇല്ലേ ബാങ്കിൽ നിന്ന് കിട്ടൂലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോടല്ല എന്റെ ചോദ്യം, വർത്തമാന കാലത്തോടല്ല എന്റെ ചോദ്യം. ഈ പ്രവാസകാലം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു പഴയ കാലമുണ്ട്. ഇരിക്കുന്നു പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ. ആ പഴയ തലമുറയോട് ചോദിക്കുക. ഈ യോഗസ്ഥലത്തേക്ക് വരാതെ വീട്ടിലെ കട്ടിൽ കിടക്കുന്ന ആളുകളുണ്ട്. 80-85 വയസ്സ് കഴിഞ്ഞ പഴയ തലമുറയിലെ ആളുകൾ. അവരോട് ചോദിച്ചു, ഈ നാടിന്റെ കഥ, ഈ നാടിന്റെ പഴയ കഥ അവര് പറഞ്ഞു തരും. ഒന്നറിയണ്ടേ നമുക്ക് ആ പഴയ നാടിന്റെ കഥ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ ഇരിക്കുന്നവരിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ബസ്സിൽ ഒരുമിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു, തിയേറ്ററിൽ നിന്ന് ഒരുമിച്ച് സിനിമ കാണുന്നു, കല്യാണ പന്തലിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഒരു പ്രശ്നമില്ല വർത്തമാന കാലത്ത്. പഴയ കാലത്ത് അങ്ങനെയല്ല. അവര് പറയും, ആ പഴയ തലമുറയോട് ചോദിക്കും, അവര് പറഞ്ഞു തരും. ഇല്ലേ? ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല, ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. ഈ വഴിയിലൂടെ പഴയ കാലത്ത് പാവപ്പെട്ടവനും പിന്നോക്ക ജാതിക്കാരനും നടന്നു പോകുമ്പോ ഇതേ വഴിയിലൂടെ തമ്പുരാൻ വരുന്നുണ്ടെങ്കിൽ ആ തമ്പുരാന്റെ മുമ്പിൽ 2 ബാല്യക്കാര് വരും. എന്തിനാണ് ആ ബാല്യക്കാര് വരുന്നത്? അവര് ശബ്ദം ഉണ്ടാക്കും. എന്താണ് ആ ശബ്ദം? എന്തിനാ ശബ്ദം ഉണ്ടാക്കുന്നത്? ആ ശബ്ദം കേട്ടാൽ വഴിയിലൂടെ നടന്നു വരുന്ന പാവപ്പെട്ടവനും പിന്നോക്ക ജാതിക്കാരനും ഒക്കെ വഴിമാറി പോകണം. എന്തിനാ വഴിമാറി പോകുന്നത്? അവര് തമ്പുരാനെ കണ്ടാൽ തമ്പുരാനെ കൊല്ലുമെന്ന് കരുതിയിട്ടാണോ? അല്ല. തമ്പുരാൻ ഇവരെ കണ്ടാൽ തമ്പുരാന് കുളിക്കണം.
കണ്ടാ കുളിക്കണം, മിണ്ടാ കുളിക്കണം, തൊട്ടാ കുളിക്കണം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു കൂട്ടരെ ഈ മണ്ണിൽ. അറിയോ, എന്റെ നാടിനടുത്തുണ്ട് ഒരു കാളിത്തള്ള, 86 വയസ്സായി കാളിത്തള്ള. ഇന്നും കഴുത്തിൽ കല്ലുമാല അണിഞ്ഞ് നടക്കുക. പഴയ കാലത്തിന്റെ അടിയാഭരണത്തിന്റെ ബാക്കി പത്രമല്ല കാളിത്തള്ളയുടെ കഴുത്തിലെ കല്ലുമാല. ഇതെന്തിനാ? കാളിത്തള്ളയുടെ കുട്ടിക്കാലത്ത്, യൗവനകാലത്ത് ഈ തമ്പുരാന്റെ മുമ്പിൽ പോകുമ്പോ പ്രായമായ സ്ത്രീകള് മാറുമറക്കാൻ പാടില്ല. വിശ്വസിക്കൂ, DYFIയുടെ പുതിയ തലമുറക്കാർ, എന്റെ പ്രസംഗം കേൾക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾ വിശ്വസിക്കുക. തമ്പുരാന്റെ മുമ്പിൽ പോകുമ്പോ പ്രായമായി വരുന്ന പെൺകുട്ടികൾ മാറുമറക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു കൂട്ടരെ ഈ മണ്ണിൽ. അന്ന് ഇത്തിരിയെങ്കിലും മാറുമറക്കാൻ വേണ്ടി കാളിത്തള്ളമാര് കല്ലുമാല അണിഞ്ഞ് ശീലിച്ചു. അറിയോ നിങ്ങൾക്ക്, ഒരു 3-4 കൊല്ലം മുമ്പ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ പോയി ഞാൻ DYFIയുടെ പ്രഭുത എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയതാ. ആ ചേർത്തലക്ക് തൊട്ടടുത്തുള്ള ഗ്രാമത്തിന്റെ പേര് കേട്ട് ഞെട്ടിത്തെരിച്ചു പോയി ഞാൻ. ആ ഗ്രാമത്തിന്റെ പേരെന്താ അറിയോ? മുലച്ചിപ്പറമ്പ്. ഇങ്ങനെ പേരുണ്ടായിരുന്നു അറിയാം നിങ്ങൾക്ക്? പഴയ കാലത്ത് സ്ത്രീകൾ പ്രസവിച്ചാൽ 10 മാസം വയറ്റിൽ കൊണ്ടു നടന്ന സ്വന്തം കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചാൽ ആ പ്രസവിച്ച കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റൂല. നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടണമെങ്കിൽ ഈ ചെമ്മി തമ്പുരാക്കന്മാർക്ക് മുല നികുതി കൊടുക്കണം. വിശ്വസിക്കൂ, പുതിയ തലമുറ. ആ ഗ്രാമത്തിലെ നങ്ങേലി പെണ്ണ് പ്രസവിച്ചപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്നു. എന്തിനാന്നറിയോ? മുല നികുതി പിരിപ്പിക്കാൻ. പാവം നങ്ങേലി പെണ്ണിന്റെ കയ്യിൽ എവിടെയുണ്ട് കൊടുക്കാൻ? ആ ധീരയായ പെണ്ണെന്താ ചെയ്തറിയോ? തന്റെ 2 മുലയറുത്തിട്ട് ചേമ്പിലയിൽ വെച്ചു കൊടുത്തു. ഈ തമ്പുരാന്റെ കിങ്കരന്മാരുടെ മുമ്പിൽ ചോര വാർന്ന് പടഞ്ഞു വീണ് മരിച്ചു. ആ മണ്ണിൽ ഇന്നും ആ പ്രദേശം അറിയപ്പെടുന്നത് മുലച്ചിപ്പറമ്പ്. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു കൂട്ടരെ ഈ മലയാള ദേശത്ത്. വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിങ്ങൾ? മലയാള ദേശത്ത്, മലയാളപ്പുഴയുടെ തീരത്ത്, തമ്പുരാന്റെ മണ്ണിൽ അടിയാളിനൊരു കുടിൽ കെട്ടി. ആ കുടിലിന് അവനൊരു അവകാശമില്ല. തമ്പുരാൻ എപ്പോ ഇറങ്ങാൻ പറയുന്നോ അപ്പൊ കുടിൽ വിളിച്ചിറങ്ങിക്കൊള്ളണം. ആ കുടിലിന്റെ മുറ്റത്ത് അവനൊരു വായ നട്ടു. ആ വായ ഇങ്ങനെ വളർന്നു വന്നപ്പോ അതിലൊരു വായക്കുല ഉണ്ടാകാൻ തുടങ്ങിയപ്പോ ആ അടിയാന്റെ ചെറിയ കുട്ടി കരുമാടിക്കുട്ടൻ ആ വായക്കുല നോക്കിയിട്ട് ഇങ്ങനെ കൊതിച്ചു നിൽക്കുക. ഇതിനാ കൊതിച്ചു നിൽക്കുന്നത്? ആ വായക്കുല മൂത്ത് പഴുത്തിട്ട് വേണം ഒരു പഴമെടുത്ത് തിന്നാൻ. ആ വായക്കുല ഇങ്ങനെ മൂത്ത് പഴുത്ത് വന്നപ്പോ അടിയാന്റെ കിടാവ് കരുമാടിക്കുട്ടൻ ഇങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കുമ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്ന് ആ വായക്കുല വെട്ടിക്കൊണ്ടുപോയപ്പോ കണ്ണീരൊലിപ്പിച്ച അടിയാന്റെ കിടാങ്ങളുടെ കഥ സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങളും പഠിച്ചു. ചങ്ങമ്പുഴയുടെ വായക്കുല. കവിയെന്നു പാടിയില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിരരെ നിങ്ങൾ തൻ പിന്മുറക്കാ. ആ പിന്മുറക്കാർ തെരുവിലിറങ്ങി. അവന്റെ മുട്ടികൾ ആകാശത്തേക്ക് ഉയർന്നു. ആ ഉയർന്ന മുട്ടികളിൽ ഒരു കൊടി പറന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി. ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പ്രൗഢോജ്വലമായ പോരാട്ടങ്ങൾ നടന്നു. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ കാലം കേരളം പട്ടിണിയിൽ, ഇന്ത്യ പട്ടിണിയിൽ. ആർക്കും ഭക്ഷണം കഴിക്കാനില്ല, അരിയില്ല, നെല്ലില്ല. ഉണ്ട് എവിടെ? തമ്പുരാന്റെ കോട്ടകൊത്തളങ്ങളിൽ അട്ടിവച്ച നെല്ലും ചാക്കുകളുണ്ട്. അടിയാങ്ങളിൽ കർഷകൻ, പാവപ്പെട്ട കർഷക തൊഴിലാളി പോയി ചോദിച്ചു തമ്പുരാനോട്, തമ്പുരാനെ ഇത്തിരി നെല്ല് തരോ, ഇത്തിരി നെല്ല് തരോ? ഞങ്ങളുടെ കിടാങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഞങ്ങൾ അധ്വാനിച്ച് വീട്ടാ, ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തരാം, പണം കയ്യിലുള്ളത് തരാം, ബാക്കി പിന്നെ തരാം, ഇത്തിരി നെല്ല് തരോ? കൊടുത്തില്ല ആ തമ്പുരാക്കന്മാർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അറിയില്ലേ നിങ്ങൾക്ക്? പെരിന്തൽമണ്ണയിലെ ഒരു തമ്പുരാന്റെ ഇല്ലത്ത് ജനിച്ച ഒരു നമ്പൂരിക്കുട്ടി, 10,000 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥൻ, 10,000 പറ കൊണ്ടുവരുന്ന ഒരു നമ്പൂതിരി, ഒരു ഇല്ലത്ത് നിന്ന് ഒരു നമ്പൂതിരി കുട്ടി പൂനൂല് പൊട്ടിച്ച് ഈ സമരഭൂമിയിലേക്ക് ഇറങ്ങി. ആ നേതാവിന്റെ പേരാണ് സഖാവ് VM ശങ്കരൻ നമ്പൂതിരിപ്പാട്. സഖാവ് EMSന്റെ നേതൃത്വത്തിൽ, സഖാവ് AKGയുടെ നേതൃത്വത്തിൽ, സഖാവ് കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ഈ തമ്പുരാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങളിലേക്ക്, ഈ നല്ലറയിലേക്ക് ചെങ്കൊടി ഏന്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർച്ച് നടന്നു. ആ കോട്ടകൊത്തളങ്ങളിൽ നെല്ലറകളിൽ ചവിട്ടി തുറന്നു. അവിടുന്ന് നെല്ലെടുത്തു. പോരുന്ന വഴിയിൽ കയ്യിലുള്ള പണം ആ മതിലിന്റെ മുകളിൽ വെച്ച് തമ്പുരാനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളൂ. ആ നെല്ല് കൊണ്ടുവന്ന് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. അതിന്റെ കഥ പറയുന്നു. വടകരയുടെ ഒഞ്ചിയം, കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ, പുന്നപ്രയുടെ, വയലാറിന്റെ കഥ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഇല്ലേ? ഒരധികാരങ്ങളും ഇല്ലാത്ത കാലത്ത് തമ്പുരാക്കന്മാരുടെ കോട്ടകൊത്തലങ്ങളിലേക്ക് ചെങ്കടിയുമായി കയറി ചെന്ന് അവൻ അട്ടിയിട്ട നെല്ലിൻ ചാക്കുകൾ പിടിച്ചെടുത്ത് രാജ്യത്ത് വിതരണം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇപ്പൊ ചില കോൺഗ്രസുകാരൊക്കെ ചോദിക്കാൻ, റേഷൻ സമ്പ്രദായത്തെ കുറിച്ച് അറിയണോ തനിക്ക്? AKG നടത്തിയ പ്രൗഢോജ്വല
പ്രസംഗമായി ഇന്ത്യൻ പാർലമെന്റിൽ. അങ്ങനെയാണ് ഈ രാജ്യത്ത് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഉണ്ടായത്. 756 കിലോമീറ്റർ പട്ടിണി ജാഥ നടത്തി മദ്രാശിയിലേക്ക് സഖാവ് AKG അങ്ങനെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറിയത്. അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എടുത്ത് വായിക്ക്. ഞങ്ങളെ കുറ്റം പറയാൻ പറയരുത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു കാലം ചെങ്കൊടിയേന്തി ആളുകൾ തെരുവിലിറങ്ങി. അതിന്റെയൊക്കെ പരിണിത ഫലമായി 1957 ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ലോകത്ത് അധികാരത്തിൽ വന്നു. സഖാവ് VMSന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭ 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ 6-ാം ദിവസം ഏപ്രിൽ മാസം 11-ാം തീയതി സഖാവ് VMSന്റെ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. എന്താണ് ഉത്തരവ്? കുടിയിറക്ക് നിരോധന നിയമം. ഇറങ്ങണ്ട. ഏത് കൊടി കുത്തിയ തമ്പുരാന്റെ മണ്ണിലാണെങ്കിലും ആ മണ്ണിൽ അധ്വാനിച്ച് നീയാണെങ്കിൽ ആ മണ്ണ് നിനക്ക് അവകാശപ്പെട്ടതാണ്. കൃഷിഭൂമി കൃഷിക്കാരന്. സാന്ദർഭികമായി പറയാണ് സഖാക്കളെ, നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം, പലർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ വൈകി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. എന്റെ വേഷം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഏത് പാർട്ടിന്നാ വന്നത്. അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിഭൂമി കൃഷിക്കാരന് എന്ന് ഞാൻ ആദ്യം പഠിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നല്ല. എന്റെ പ്രസംഗം കേൾക്കുന്ന ലീഗ് ഉണ്ട്, അവിടെ SDPക്കാരുണ്ടോ? വീട്ടിൽ പോയിട്ട് പ്രവാചകന്റെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്ക്. എന്താ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്? തുടർച്ചയായി 3 വർഷം കൃഷിഭൂമി ഉപയോഗിക്കാതിരുന്നാൽ ഉടമസ്ഥൻ അതിന് അവകാശമില്ല. കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണം. കൃഷിഭൂമി കൃഷിക്കാരന് എന്ന് എന്നെ പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണെങ്കിൽ അത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിയത് സഖാവ് BM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. അതാണ് ചരിത്രം. അങ്ങനെയാ മലയാളിക്ക് മണ്ണായിരുന്നു. ഇപ്പൊ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന BJPക്കാരും കോൺഗ്രസും ലീഗും SDPക്കാരനും ഒക്കെ ഉണ്ടല്ലോ. എന്റെ പ്രസംഗം കേൾക്കുന്ന പരിധിയിലുണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ആധാരം എടുക്കുക, ആധാരത്തിന്റെ അടിയാധാരം എടുക്കുക, അതിന്റെ അടിയാധാരം എടുക്കുക. അങ്ങനെ 5-6 അടിയാധാരങ്ങൾ മറിച്ച് ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ കുത്തിരുന്ന് ഞങ്ങൾക്ക് അതിൽ വടായി പറയുന്ന ആ പൊരിയും പറമ്പും ഒക്കെ നിങ്ങളുടെ പൂർവികരുടെ പേരിൽ ചാർത്തി തന്നത് 57 സഖാവ് VMSന്റെ ഗവൺമെന്റ് ആണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, മറന്നു പോകരുത്. അത്രേ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. 57 ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അങ്ങനെ മലയാളിക്ക് മണ്ണുണ്ടായി. ആ മണ്ണിൽ അവൻ അധ്വാനിക്കാൻ തുടങ്ങി. അപ്പൊ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായി. അധ്വാനിക്കാൻ കഴിയാത്തവൻ ഭൂമിയുടെ ഒരറ്റം വിറ്റു. വിൽക്കാൻ കഴിയാത്തവൻ ഭൂമിയുടെ ഒരറ്റം സഹകരണ ബാങ്കുകളിൽ അല്ലെങ്കിൽ ബാങ്കുകളിൽ പണയം വെച്ചു. അങ്ങനെ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായപ്പോ വിസക്ക് പണം കൊടുത്തു. പൈസ ഉണ്ടായപ്പോ വിമാനത്തിന് ടിക്കറ്റ് എടുത്തു. അങ്ങനെ അവൻ ഗൾഫിലെത്തിയാൽ നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. അപ്പൊ അവിടെ നിങ്ങൾ നോക്കൂ, 3 വയസ്സ് കഴിഞ്ഞാൽ അംഗനവാടി, ബാലവാടി, കിൻഡർ ഗാർഡൻ, അത് കഴിഞ്ഞാൽ LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, +2, കോളേജ്, പിന്നെ പ്രൊഫഷണൽ കോളേജ്, MBBS, എഞ്ചിനീയറിംഗ്, എന്തിനും പടിപടിയായി കടന്നു പോകാം. എന്താ വേണ്ടത്? മാർക്കാണ് മാനദണ്ഡം. പഴയ കാലത്ത് അങ്ങനെയല്ല. അന്വേഷിക്കുക. പഴയ തലമുറയിലെ തലനിറച്ച ആളുകൾ ഇരിക്കുന്നു, ഇവിടെ വീട്ടിലിരിക്കുന്നു. അവരോട് ചോദിക്ക്. ഈ കലാലയത്തിന്റെ പടിപ്പുര വാതിൽ പഴയ കാലത്ത് പാവപ്പെട്ടവന്റെ മുമ്പിൽ തുറക്കൂല, പിന്നോക്ക ജാതിക്കാരന്റെ മുമ്പിൽ തുറക്കൂല. അത് നാട്ടിലെ ഉയർന്ന ജാതിക്കാരന് മാത്രം, സമ്പന്ന വിഭാഗത്തിന് മാത്രം. വായിച്ചിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? തിരുവിതാംകൂർ അയ്യങ്കാളി പഞ്ചമി എന്ന 5 വയസ്സുകാരുടെ കൈപിടിച്ച് കലാലയത്തിൽ ചെന്നപ്പോ ഈ തമ്പുരാക്കന്മാരെന്താ ചോദിച്ചാൽ, ഈ പഞ്ചമി സ്കൂളിൽ പഠിക്കുക, പിന്നെ ആര് കൊയ്യും ഞങ്ങളുടെ വയലേലകൾ, ആര് നിറക്കും ഞങ്ങളുടെ പത്തായപ്പുരകൾ? എന്താ അയ്യങ്കാളി പറഞ്ഞത്? ഈ പഞ്ചമി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയലേലകൾ ഞങ്ങൾ കൊയ്യൂല, നിങ്ങളുടെ പത്തായപ്പുര ഞങ്ങൾ നിറക്കൂല. അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകരുടെ മുദ്രാവാക്യം ഏറ്റെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 57 അധികാരത്തിൽ വന്നപ്പോ കലാലയത്തിന്റെ പടിപ്പുരവാതിൽ മലർക്കെ തുറന്നു. വിദ്യാഭ്യാസം സാർവത്രികമാക്കി, വിദ്യാഭ്യാസം സൗജന്യമാക്കി. അങ്ങനെ മലയാളി പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ നോക്ക്, വർത്തമാന കാലത്ത് 2017 എവിടെയാ നമ്മൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്? ഓർക്കുന്നോ സഖാക്കൾ? പഞ്ചമി എന്ന സ്കൂളിൽ കയറി. പഞ്ചമി സ്കൂളിലെ ബെഞ്ചിലിരുന്ന് പഠിച്ചു. തമ്പുരാക്കന്മാര് പഞ്ചമി ഇരുന്ന ബെഞ്ച് കത്തിച്ചു കളഞ്ഞു. ഇന്നും ചരിത്ര സ്മാരകമായി ആ കത്തിച്ച ബെഞ്ചിരിക്കുന്ന പഞ്ചമി പഠിച്ച സ്കൂളിൽ പഞ്ചമിയുടെ 5-ാം തലമുറയില് ആ ദിരിയുടെ കൈപിടിച്ച് ആ കലാലയത്തിലേക്ക് കടന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ സഖാവ് പിണറായി വിജയൻ. ഇല്ലേ? ചരിത്രം കാണിച്ചില്ല, ആവർത്തിക്കുക ചെയ്തത്. അവിടേക്ക് പടി വെച്ച് കയറി കമ്മ്യൂണിസ്റ്റുകാരൻ. ഞങ്ങൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കി, സൗജന്യമാക്കി. മലയാളി പഠിച്ചു, ഗൾഫിലെത്തിയപ്പോ നല്ല ജോലി കിട്ടി. അങ്ങനെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് പ്രവാസികൾ അറബ് മണലാരണ്യത്തിൽ ചോര നീരാക്കി അധ്വാനിച്ച് അവനയക്കുന്ന കോടിക്കണക്കിന് പണം ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒഴുകി വരികയാണ്.
അതുകൊണ്ടാണ് കേരളം അല്പം സമ്പന്നമായത്. അതുകൊണ്ടാണ് 20 രൂപയുടെ വരുമാനം മലയാളിക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയത്. ഒരു ചെറിയ കഥമെന്നാണ് നമ്മളിപ്പോ കയറി അതിലൊക്കെ പോയി വന്നത്. അതുകൊണ്ട് ഇനിയൊന്ന് ഫാസ്റ്റ് ആക്കാൻ ഞാൻ ബുദ്ധിമുട്ടാവും. ഞാൻ ചുരുക്കി പറയാം അല്ലേ, ഇന്ത്യയിലെ ജനങ്ങളിൽ 70% ആളുകൾ 20 രൂപ വരുമാനമില്ലാത്ത പട്ടിണി പാവങ്ങളായി മാറിയപ്പോ ഏത് സമയത്ത് രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഈ ഭരണം ഒന്ന് മാറണം. ഏത് ഭരണം? രണ്ടാം UPA സർക്കാരിന്റെ, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം UPA സർക്കാർ ഗവൺമെന്റിന്റെ ഭരണം ഒന്ന് മാറണം. അതുവരെ കോൺഗ്രസിന്റെ കൂടെ നിന്ന ഇന്ത്യയിലെ സമ്പന്ന വിഭാഗത്തിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ ചെരിപ്പൂരി അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിനെ. നമ്മൾ അവരുടെ കൂടെ നിന്നാൽ അടുത്ത ചെരിപ്പൂരി അവർ നമ്മളെയും അടിക്കും. അതുകൊണ്ട് നമുക്ക് മാറണം. ആർക്ക്? സമ്പന്ന വിഭാഗത്തിന്. മാറിയാലും നമുക്ക് വികസനം വേണം. ആർക്ക്? സമ്പന്ന വിഭാഗത്തിന്. എവിടെയുണ്ട് വികസനം? അവരിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ആകാശത്തിലൂടെ ഒരു അശരീരി ഇങ്ങനെ കടന്നു പോകുന്നത്. ആരുടെ അശരീരി എന്നറിയങ്ങൾക്ക്? ആരുടെ അശരീരി എന്നറിയങ്ങൾക്ക്? ഇതൊന്ന് കേട്ടു. കഴിഞ്ഞ ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് KM ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത്. മോഡിക്ക് ഹിന്ദുത്വ അജണ്ടയില്ലെന്നും ഗുജറാത്ത് വംശഹത്യക്ക് പിന്നിൽ ഹിന്ദുത്വ താല്പര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോബികളാണ്. ആ ഗുജറാത്തിന്റെ മണ്ണിൽ തിരിച്ചു വരാൻ വ്യവസായ സംരംഭകർക്ക് സാധിക്കണമെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളും അവിടുത്തെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ടായി. അവിടെ ഹിന്ദുത്വമല്ല, അവിടെ ഹിന്ദുത്വമല്ല. ആ ഹിന്ദുത്വം നരേന്ദ്രമോദിക്കാണ്. തന്റെ നെറ്റിയിൽ കുളിച്ചിടുന്ന ചന്ദനക്കുളിക്കപ്പുറം ഹൃദയത്തിനകത്തോട് തരിച്ചു പോകുന്നു. ഹിന്ദുത്വത്തിന്റെ ധർമ്മമുള്ളവരല്ല നരേന്ദ്രമോദിയെന്ന് പലപ്പോഴും വാർത്തകൾ വന്നതാണ്. അവിടെ മത്സരം നടക്കുന്നത് മതത്തിന്റെ പേരിൽ അല്ല. ഇന്ത്യയിൽ ഏറ്റവും മികച്ച വ്യവസായ അന്തരീക്ഷ സാഹചര്യമുള്ള നഗരങ്ങളും സമ്പുഷ്ടമായ ഗ്രാമങ്ങളുമുള്ളത് ഗുജറാത്തിൽ മാത്രമാണ്. ഗുജറാത്തിൽ എവിടെയും മുസ്ലിങ്ങളും പള്ളികളുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക വ്യാവസായിക മേഖല ഏതെന്ന് ചോദിച്ചാൽ അത് യുപിയല്ല, ഡൽഹിയല്ല, ആസാമല്ല, ബീഹാറല്ല, അത് ഗുജറാത്ത്. കേട്ടില്ലേ? എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗിന്റെ സ്നേഹിതന്മാർ കേട്ടില്ലേ? ആരുടെ പ്രസംഗം? നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഷാജി കെ വയനാട്. എന്താ ഷാജി പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനമുള്ള സംസ്ഥാനം അത് UP അല്ല, ബീഹാറല്ല, ആന്ധ്രയല്ല. പിന്നെ എവിടെയാണ്? എന്താണ് ശൈലി നോക്കങ്ങൾ? ആന്ധ്രയല്ല. പിന്നെ എവിടെയാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനമുള്ളത് ഗുജറാത്തിൽ. ആരാ ലീഗ് പറഞ്ഞത്? തന്റെ നേതാവ് ഷാജി കെ വയനാട്. കൂട്ടത്തിൽ ഷാജി പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ സ്നേഹിതന്മാരെ ശ്രദ്ധിച്ചോ? ഷാജി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചോ? എന്താ ഷാജി പറഞ്ഞത്? നരേന്ദ്രമോദിക്ക് ഹിന്ദുത്വം തന്റെ നെറ്റിയിലെ ചന്ദനക്കുറിക്കപ്പുറം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒരു തരിമ്പ് പോലും ഹിന്ദുത്വമില്ല. ആർക്ക്? നരേന്ദ്രമോദിക്ക്. എന്റെ പ്രിയപ്പെട്ട ഷാജിയെ RSSകാർ പറയങ്ങനെ, BJPക്കാർ പറയങ്ങനെ. തന്റെ നെറ്റിയിലെ ചന്ദനക്കുറിക്കപ്പുറം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒരു തരിമ്പ് പോലും ഹിന്ദുത്വമില്ല. ആർക്ക്? നരേന്ദ്രമോദിക്ക്. ആ നരേന്ദ്രമോദിന്റെ ഗുജറാത്തിൽ പള്ളികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, മാപ്പിളാരിങ്ങനെ നടന്നു ഒഴുകുകയാണ് ഗുജറാത്തിലൂടെ. എന്റെ ഷാജിയെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് അവിടെ ഷഹീദ് റൂമി പ്രസംഗിച്ചു. ഗുജറാത്തിന്റെ കലാപ ഭൂമികളിൽ കടന്നുപോയി. അവിടുത്തെ ഇന്ന് DYFയുടെ ഗുജറാത്ത് സ്റ്റേറ്റ് കമ്മിറ്റി അംഗ ഷഹീദ് റൂമി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആ ഗുജറാത്തിനെ കുറിച്ച് പറയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വികസനം. എവിടെ? നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ. പിന്നെ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞതാരാണ്? അബ്ദുള്ളക്കുട്ടി. അറിയില്ലേ അബ്ദുള്ളക്കുട്ടി? അബ്ദുള്ളക്കുട്ടി കമ്മ്യൂണിസ്റ്റ്. അബ്ദുള്ളക്കുട്ടിനെ കുറിച്ച് പറയുമ്പോ അബ്ദുള്ളക്കുട്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ CPMന്റെ MLA. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അബ്ദുള്ളക്കുട്ടിനെ. അബ്ദുള്ളക്കുട്ടി പറഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോന്നു. അതിന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞ കാരണം എന്താ അറിയൂ? ഞാൻ മക്കത്ത് പോകാൻ നോക്കിയപ്പോ പാർട്ടി സമ്മതിച്ചില്ല. കോജ രാജാവായ തമ്പുരാനെ പരിശുദ്ധ മക്കയിലേക്ക് പോകാൻ നേരത്ത് പാർട്ടി സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയൂ, കോൺഗ്രസിൽ നിന്ന് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നതിന്റെ തൊട്ടടുത്ത വർഷമാണ് എന്റെ ഭാര്യയോടൊപ്പം ഉംറ കർമ്മം നിർവഹിക്കാൻ ഞാൻ മക്കയിലേക്ക് പോയത്. പോകേണ്ട നിന്നോട് ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര സഖാക്കൾ കറുപ്പെടുത്ത് ശബരിമലക്ക് ഒന്നും ആരോടെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ശബരിമലക്ക് പോകാൻ പാടില്ല? പാർട്ടിന്റെ ഏർപ്പാട് അതല്ല. ശബരിമലക്ക് പോണ്ട, മക്കത്ത് പോണ്ട എന്ന് പറയുന്നതാണ് പാർട്ടിന്റെ ഏർപ്പാട്. അല്ല, പാർട്ടിക്ക് വേറൊരു ഏർപ്പാടുണ്ട്. പക്ഷേ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു, എന്താ പറഞ്ഞു? ഞാൻ മക്കത്ത് പോകാൻ നോക്കിയപ്പോ പാർട്ടി എന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് അബ്ദുള്ളക്കുട്ടി പോയത് എങ്ങോട്ടാണ്? കോൺഗ്രസിലേക്ക്. കോൺഗ്രസ് പോയാൽ അബ്ദുള്ളക്കുട്ടി പോകേണ്ടത് എങ്ങോട്ടാണ്? മക്കത്തേക്ക്. അബ്ദുള്ളക്കുട്ടി പോയത് എങ്ങോട്ടാണ്? നിർദ്ദേശങ്ങളുമായി ഇതും
പുതിയ വിവരമുള്ള നിർദ്ദേശങ്ങളുമായി AP അബ്ദുള്ളക്കുട്ടി. ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വിദേശ രാജ്യങ്ങളിലേതുപോലെ കേരളത്തിൽ ലൈംഗിക കളിപ്പാട്ട വിൽപ്പന കേന്ദ്രവും നിശാ ക്ലബ്ബുകളും എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന് അബ്ദുള്ളക്കുട്ടി ചോദിക്കുന്നു. സെക്സ് ടൂറിസ്റ്റ് കേന്ദ്രമായ മക്കാവു ദ്വീപ് സന്ദർശിച്ചതിനു ശേഷം പുറത്തിറക്കുന്ന പുസ്തകത്തിലാണ് അബ്ദുള്ളക്കുട്ടി ലൈംഗികതയെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി NK ഷിജു കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി NK ഷിജു കണ്ണൂരിന് ചേർന്നാൽ നമുക്കൂടെ ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ കണ്ണൂരിലേക്കും NK ഷിജുവിലേക്കും ഇല്ല. മനസ്സിലായി? മക്കത്ത് പോകാൻ പാർട്ടി എന്നെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജിവെച്ചു. എന്നിട്ട് മൂപ്പര് ചേർന്ന കോൺഗ്രസ് ചേർന്നാൽ മൂപ്പര് പോവേണ്ടത് മക്കത്തേക്കാ. മൂപ്പര് പോയതെങ്ങട്ടാ? മക്കാവിലേക്ക്. എന്നിട്ട് എന്താ പറഞ്ഞേ? വടകര തൊട്ടിൽപ്പാലത്ത് വന്നിട്ട് മാവേലി സ്റ്റോർ തുടങ്ങണമെന്നല്ല പറഞ്ഞേ. തുടങ്ങേണ്ട പീഡിയ മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഇല്ലേ? അങ്ങനെ UDF കോൺഗ്രസിന്റെ ലീഗിന്റെ ആളുകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിയുടെ വികസനം ഇങ്ങനെ പറയാണ്. ഗുജറാത്തിന്റെ വികസനം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇല്ലേ? എന്റെ അബ്ദുള്ളക്കുട്ടി പോകാൻ കാരണം വികസനത്തിൽ എന്റെ നായകൻ നരേന്ദ്രമോദി പാർട്ടി പറഞ്ഞു ഔട്ട്. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നിങ്ങളല്ലേ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയത്? എന്റെ പ്രിയപ്പെട്ട ലീഗ് നിങ്ങളല്ലേ? ഷാജി K വയനാട് അടക്കല്ലേ നരേന്ദ്രമോദിയാണ് വികസനം എന്ന് പറഞ്ഞത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും നരേന്ദ്രമോദിയുടെ കൂടെ. ഞാൻ പറയണോ സഖാക്കൾ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ അനുഭവിക്കുന്നു ആരാ നമുക്കുള്ളത്? മലയാള മനോരമ നമുക്കെതിരാ. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്ന വിഷം കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ പിന്മുറക്കാരൻ നടത്തുന്നതാണ് മലയാള മനോരമ. മാതൃഭൂമി നമുക്കെതിരാണ്. ഇന്ത്യ ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ NDA ചെയർമാനാണ് കേരളത്തിലെ. എല്ലാ വാർത്താ മാധ്യമങ്ങളും നമുക്കെതിരെ. നമുക്ക് ആകെയുള്ളത് ഏതാ? ഒരു ദേശാഭിമാനി, അത് കഴിഞ്ഞാൽ ഒരു കൈരളി. ഇല്ലേ? ഇതല്ലേ നമുക്കുള്ളൂ. എല്ലാ വാർത്താ മാധ്യമങ്ങളും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിയുടെ കൂടെ. ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ സോഷ്യലിസ്റ്റുകൾ തകർന്ന് തരിപ്പണമായ ഇന്ത്യ. ഇടതുപക്ഷത്തിന് സ്വാധീനം 3 സംസ്ഥാനങ്ങളിൽ മാത്രം. ഞാൻ ചുരുക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ അന്തരീക്ഷം. എന്നിട്ട് പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങളിൽ 54% ആളുകൾ പോളിംഗ് ബൂത്ത് പോയപ്പോ കേവലം 31% വോട്ട് മാത്രം നേടി BJP അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന BJP അംഗീകരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ ജനാധിപത്യ വ്യവസ്ഥ. പക്ഷെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ BJP പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട BJP സ്നേഹിതന്മാരെ മറന്നുപോയോ? എന്താ നരേന്ദ്രമോദി പറഞ്ഞത്? ആച്ഛാദിൻ ആനാവാലാ ഹേ. ഹിന്ദിയാണല്ലോ പതിവ്. അത് എങ്ങനെയാ മലയാളത്തിലാക്കി? നമുക്കൊരു കാര്യം ചെയ്യാം. നരേന്ദ്രമോദി തൃശ്ശൂരിൽ പ്രസംഗിച്ചപ്പോ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രനാണ്. അതുകൊണ്ട് സുരേന്ദ്രൻജിയോട് ചോദിക്കാം, അച്ഛാദിൻ ആനവാല ഹേ എന്താ അതിന്റെ അർത്ഥം? മൂപ്പര് പറയും അച്ഛൻ നാളെ ആനവാലുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ കണ്ടില്ലേ? തൃശ്ശൂരില് നരേന്ദ്രമോദി ഹിന്ദിയിൽ പ്രസംഗിച്ചപ്പോ സുരേന്ദ്രൻജി തർജ്ജമ ചെയ്യുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മോഡിജി പറഞ്ഞു സുരേന്ദ്രൻജിനോട് ജാവോ ഉദർ ബൈട്ടോ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ പോയി കുത്തിരി. എന്താ കാരണം? മോഡിജിന്റെ ഹിന്ദി ഒരു ബൈക്ക്, സുരേന്ദ്രൻജിന്റെ മലയാളം വേറെ ബൈക്ക്. നിങ്ങൾ ഈ വടകര റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നോക്ക്. അനൗൺസ്മെന്റ്. എന്താ അനൗൺസ്മെന്റ്? മാവേലി എക്സ്പ്രസ് ആനവാല ഹേ. കുറച്ച് കഴിഞ്ഞാൽ പറയും മലബാർ എക്സ്പ്രസ് ആനവാല ഹേ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പറഞ്ഞ തീവണ്ടി ഇപ്പം വരുന്ന എന്നതുപോലെ നരേന്ദ്രമോദിജി പറഞ്ഞു അച്ഛാദിൻ ആനവാല ഹേ. നല്ല ദിനങ്ങൾ വരാൻ പോവാണ്. വിദേശ രാജ്യത്തുള്ള ഇന്ത്യക്കാരുടെ കോടിക്കണക്കിന് കള്ളപ്പണം ഉണ്ട്. അതൊക്കെ നമ്മൾ പിടിച്ചെടുക്കും. എന്നിട്ട് എല്ലാ ഇന്ത്യക്കാരനും വിതരണം ചെയ്യും. ഓരോ ഇന്ത്യക്കാരനും കിട്ടാൻ പോകുന്ന എത്രയാ? 10 മുതൽ 15 ലക്ഷം വരെ. ഇവിടുത്തെ BJP-ക്കാർ ചെയ്തോന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്റെ നാട്ടിലെ BJP-ക്കാരൊക്കെ 2 കീശുള്ള ട്രൗസർ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എന്താ കാരണം? ചെറിയ പൈസ അല്ല വരാൻ പോകുന്നത്. 10 മുതൽ 15 ലക്ഷം വരെ. അല്ലെ? വിദേശ രാജ്യത്തുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പുറം പിടിച്ചെടുത്തിട്ട് നമ്മൾ വിതരണം ചെയ്യും. എന്റെ പ്രിയപ്പെട്ട BJP-യുടെ പ്രിയപ്പെട്ട സ്നേഹിത 3.5 കൊല്ലായി നരേന്ദ്രമോദിജി ഭരിക്കുന്നു. മയാ പൈസ വന്നോ? ഒന്നില്ല. എന്നാണ് നിങ്ങളെ ദേഷ്യം പിടിച്ചിട്ട് ആ കീശ കീറിക്കളയണ്ട. എന്താ കാരണം? കേരളം ഭരിക്കുന്നത് ഇരട്ടച്ചങ്കുള്ള സഖാവ് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞങ്ങൾ വെറുതെ പറയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ MLA സഖാവ് നാണുവേട്ടന് വേണ്ടി വോട്ട് പിടിക്കാൻ നമ്മൾ വീടുകളിലൊക്കെ കയറി. നമ്മൾ വോട്ട് വൈകി വീടുകളിലേക്ക് ചെന്നപ്പോ ആ വീട്ടിൽ കെട്ടിൽ കിടക്കുന്ന വൃദ്ധരായ ആളുകളുണ്ട്, അവശരായ ആളുകളുണ്ട്. അവര് നമ്മളോട് ചോദിച്ചു, എന്താ പറഞ്ഞത്? നിങ്ങളുടെ വോട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ നോട്ടെവിടെ? ഏത് നോട്ടാ അവർ ചോദിച്ചത്? വോട്ടിന് പകരമുള്ള നോട്ടല്ല, കടം വാങ്ങിയ പണമല്ല, കൊടുക്കാമെന്നേറ്റ പണമല്ല. പിന്നെന്താ? അവർക്ക് അവകാശപ്പെട്ട പണം. ഏതാണ് പണം? വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ. എന്തേ അവർ ചോദിക്കേണ്ടി വന്നു? അറിയേണ്ട പ്രിയപ്പെട്ട UDF-കാരനും ലീഗിനും കോൺഗ്രസിനും, നിങ്ങളുടെ ഭരണകാലം 8 മാസം ആ പാവപ്പെട്ടവന് കൊടുക്കാനുള്ള 700 രൂപയുടെ പെൻഷൻ കൊടുത്തോ? നിങ്ങൾ കൊടുത്തില്ല. നിങ്ങളുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ട അല്ല, നിങ്ങൾക്ക് വേറെ കുറച്ച് ആളുകളുടെ ഇടപാട് തിരിക്കണ്ടേ. ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, ആ ഇടപാടിലേക്ക് ഇപ്പൊ ഞാൻ ഇറങ്ങുന്നില്ല. ഇല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്നപ്പോ അവർ ചോദിച്ചു ഞങ്ങളുടെ പണം എവിടെ? എന്താ സഖാക്കളെ നമ്മൾ പറഞ്ഞത്?
കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കൊടുത്ത പ്രകടന പത്രിക നമ്മുടെ കയ്യിൽ ബടായിയല്ല. ആ പ്രകടന പത്രിക എടുത്ത് വായിക്കും. നമ്മൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ, സഖാവ് 4 വട്ടം ജയിച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ആ പെൻഷൻ ഞങ്ങൾ 1000 ആക്കി വർദ്ധിപ്പിക്കും. 8 മാസത്തെ നിങ്ങളുടെ കുടിശ്ശിക അത് തീർത്തു തരും. കഴിഞ്ഞില്ല, അത് ഞങ്ങൾ വീടുകളിൽ എത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവർ വോട്ട് ചെയ്തു. സഖാവ് 4 വട്ടം അടക്കം ജയിച്ചു. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. വാഗ്ദാനം പാലിക്കാൻ ദിവസങ്ങൾ കിടക്കുക. 5 വർഷമുണ്ട്. പക്ഷെ നിങ്ങൾ നോക്ക്, 100ാമത്തെ ദിവസം തികയുന്നതിന് മുമ്പ്, ഇല്ലേ, 100ാമത്തെ ദിവസം തികയുന്നതിന് മുമ്പ് തിരുവോണം തിരുമുറ്റത്തെത്തി നിൽക്കുക, പടിപെരുന്നാൾ പടിവാതിൽക്കലെത്തി നിൽക്കുക. ആ സമയത്ത് 8 മാസത്തെ കുടിശ്ശിക അടക്കം നമ്മൾ കൊടുത്തു. ആ 800 1000 ആക്കി. അതടക്കം വീടുകളിൽ എത്തിച്ചു കൊടുത്തു. അല്ലേ, ഇവിടെ കൊടുത്തില്ലേ സഖാവ്? ഓരോ വീട്ടിലും എത്രയാ കൊടുത്ത്? 10,000, 12,000, 13,000, 14,000, 15,000. എന്റെ വീടിനടുത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി, മണ്ഡലം സെക്രട്ടറിയുടെ വീട്, എന്റെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയുടെ വീട് എന്റെ വീടിനടുത്ത്. ഞാനും പോയി പെൻഷൻ കൊടുക്കാൻ. കാരണം ഞാൻ കൊടിയത്തൂർ സർവീസ് ആകുന്ന ബാങ്കിന്റെ ഡയറക്ടർ. എല്ലാ സ്ഥലത്തും എത്തിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ആളില്ല, എല്ലാവരും കൃത്യമായി എത്തിക്കണ്ടേ. ഞാനും പോയി. ഉമ്മ ഇങ്ങനെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഓണത്തിന്റെ അവധി, പെരുന്നാളിന്റെ അവധി, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. 10-12 കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. ഉമ്മാന്റെ സലാമലൈക്കും. വാലേക്കും സലാം. എന്തേ പോന്നു? ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ പെൻഷൻ തരാൻ വേണ്ടിട്ട് പോന്നാണ്. അപ്പൊ ഉമ്മ ഇങ്ങനെ അത്ഭുതപ്പെടുക. പറഞ്ഞ വാക്കൊക്കെ ആരെങ്കിലും പാലിക്കല്ലോ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ മോന്റെ പാർട്ടിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പറഞ്ഞ വാക്ക് പാലിക്കും. അപ്പൊ എന്തേ പോന്നു? ഞങ്ങൾ പെൻഷൻ കൊണ്ടുവരാൻ വേണ്ടി പോന്നാണ്, പെൻഷൻ തരാൻ വേണ്ടി പോന്നാണ്. കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഉമ്മാനോട് ചോദിച്ചു, 10-12 കുട്ടികൾ ഞാൻ നിൽക്കുന്നുണ്ട്. അല്ലമ്മ, ഈ കുട്ടിയൊക്കെ ഉടുപ്പെടുക്കണ്ടേ? ഉമ്മാന്റെ മറുപടി എന്താ അറിയോ? ഇനിയുണ്ട് ഒരു 10 കൂടി വരാൻ. വലിയ കുടുംബ. അപ്പൊ 10-22 മക്കളുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഒരു ഡ്രസ്. ഉമ്മാന്റെ ചോദ്യ, കായ് ഉണ്ടാവോ? മനസ്സിലാവൂല. എവിടെ കായ് ഉണ്ടാവോ എന്ന് വെച്ചാൽ പൈസ ഉണ്ടോന്നാ ചോദിച്ച്. കായ് ഉണ്ടാവോ? ഞങ്ങൾ പറഞ്ഞു കായ് ഉണ്ടാവും. ഉമ്മാനോട് ചോദിച്ചു, അല്ലമ്മ നിങ്ങൾക്ക് ഡ്രസ് എടുക്കണ്ടേ? അപ്പൊ ഉമ്മ പറഞ്ഞു, എനിക്കൊരു പർദ്ദ മതി മോനെ, ഒരു 700-800 രൂപയിലെ പ്രശ്നം തീരും, എടുത്തോളൂ ഉമ്മ. ഞങ്ങൾ ചോദിച്ചു, പെരുന്നാളല്ലേ, ഇറച്ചി വാങ്ങണ്ടേ? അപ്പൊ ഉമ്മാന്റെ മറുപടി, അത് 2 കിലോ അല്ലേ, 500 പ്രശ്നം. ഞാൻ പറഞ്ഞു, അല്ല, വലി പെരുന്നാൾ, മൃഗത്തിനെ ബലിയിറക്കുന്ന പെരുന്നാളാണ്, പള്ളിയിൽ ഷെയർ കൊണ്ട മോഹരി. ഉമ്മ അങ്ങനെ നോക്കുക, കോജരാജാവായ തമ്പുരാനെ കൂട്ടിയാ കൂടുവോ? 7 ആൾ കൂടുന്ന ഷെയറിന് കൊടുക്കണം 4500. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ ഉമ്മ നിങ്ങൾ ചോർന്നോളി. എണ്ണിയായിട്ട് കൊടുത്തു. എത്ര അറിയോ? 14,800. അൽഹംദുലില്ലാഹ്. ഒറ്റിരുത്ത കസേര അതൊക്കെ കൊടുത്ത് ഒരു ആത്മസംതൃപ്തിയിൽ ഞാൻ കൊടിയത്തൂർ അങ്ങാടിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ യൂത്ത് ലീഗിന്റെ മാർച്ച് ബേക്കോട്ടെ നടത്തും. എന്താ എന്റെ മുദ്രാവാക്യം? വഞ്ചനാദിനം. എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരെ, വഞ്ചനന്റെ അർത്ഥം അറിയോ തനിക്ക്? ഞാനിപ്പോ ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ വരാണ് സഖാക്കളോട് ഏറ്റു. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ സഖാക്കളോട് ചെയ്യുന്ന വഞ്ചന അല്ലേ? ഞങ്ങൾ എന്താ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു 8 മാസത്തെ കുടിശ്ശിക തീർക്കും, 1000 ആക്കും, വീടുകളിൽ എത്തിക്കും. ഈ 3 വാഗ്ദാനം നടപ്പിലാക്കിയത് മാത്രമല്ല, അറിയാത്തൊന്നുകൂടി ചെയ്ത് കൊടുക്കുന്ന സഖാക്കൾ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ പണം അഡ്വാൻസ് ആയി കൊടുത്തു. അത് കൊടുത്തു വരുമ്പോഴാണ് ഇവന്റെ ജാഥ അല്ലേ? എന്റെ പ്രിയപ്പെട്ട ലീഗ് മുമ്പും വിളിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട് ഞങ്ങൾ? ആദ്യമായി കേരളത്തിൽ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്ന ആരാറിയോ? സഖാവ് നായനാ അല്ലേ? സഖാവ് നായനാര് അന്നത്തെ 45 രൂപ 82 എന്തേ കൊണ്ടുവരാൻ കാരണം? സഖാവ് നായനാര് മലമ്പുഴയിലെ തന്റെ പ്രിയപ്പെട്ട സഖാക്കളെ കാണാൻ പോയി. ചക്കിയും കാളിയും ഒക്കെ ഞാൻ നിൽക്കുക. ചക്കിയുടെയും കാളിയുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് സഖാവ് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അറിയോ നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ആത്മബന്ധം? സഖാവ് നായന വേട്ടയാടുക, പോലീസ്. ആ പോലീസ് വേട്ടയാടുമ്പോ ഒളിവ് ജീവിതം നയിക്കുക സഖാവ് നായന. ഈ ചക്കിയും കാളിയും അടക്കമുള്ള കർഷക തൊഴിലാളികൾ കഞ്ഞി ഉണ്ടാക്കിയപ്പോ ആ കഞ്ഞിയിൽ നിന്ന് വെറ്റ് ഊറ്റിക്കൊടുത്ത് അത് ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കിയെടുത്ത് സഖാവിനെ സംരക്ഷിച്ചവർ, ചേറിൽ അധ്വാനിക്കുന്നവർ, മണ്ണിനോട് പടപെട്ടുന്നവർ, തെല്ലും ആത്മാഭിമാനം കൂടാതെ അവർ ധീരമായി സഖാവിനോട് പറഞ്ഞു, സഖാവ് ഒരു കുഴപ്പമില്ല. വാക്കുകൾക്ക് ഇത്തിരി പതർച്ചയുണ്ട്. എന്താ കാരണം? വയസ്സായി. സഖാവിന് മനസ്സിലായി സഖാക്കൾക്ക് പ്രായമായി തുടങ്ങിയിട്ടുണ്ട്, അവരെ സഹായിക്കണം, പരിഹാരമുണ്ടാക്കും, ഞാൻ തിരിച്ചു പോകട്ടെ. സഖാവ് നായനായി തിരിച്ചുപോയി. ആദ്യത്തെ പെൻഷൻ കേരളത്തിൽ 45 രൂപ കൊടുക്കുമ്പോ അന്ന് എന്താ ലീഗ് കോൺഗ്രസ് നമ്മൾ വിളിച്ച മുദ്രാവാക്യം? നിങ്ങൾ മറന്നോ? ഞാൻ മറന്നിട്ടില്ല. എന്താ കാരണം? ഞാനന്ന് കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യം ഓർമ്മയുണ്ട്. എന്താ മുദ്രാവാക്യം? ആനക്ക് പെൻഷൻ, തോട്ടിക്ക് പെൻഷൻ അല്ലെ? 45 രൂപ പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് കൊടുത്തതിന് നന്നാക്കി പറയല്ല, ബലങ്ങ് പറയാം. ആനക്ക് പെൻഷൻ, തോട്ടിക്ക് പെൻഷൻ, മുസ്ലിം ലീഗ് സിന്ദാബാദ്. എന്നാ എന്റെ പ്രിയപ്പെട്ട ലീഗിനറിയോ ലോകത്തിൽ ആദ്യമായി പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കിയതാണെന്ന്? അറിയോ? ഇല്ലല്ലോ, വായിക്കുക ഗ്രന്ഥങ്ങൾ. ലോകത്താദ്യമായി പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത് 2ാം ഖലീഫ ഉമർ ഖത്താബ് ഇല്ലേ? അതല്ലേ ഗാന്ധിജി പറഞ്ഞത്, ഞാൻ ഉമറിന്റെ ഭരണം ആഗ്രഹിക്കുന്നു, ഇസ്ലാമിക ഭരണമല്ല. അതിന് കുന്തിരി എടുക്കേണ്ട CPI-കാരൻ. ഉമർ നടപ്പിലാക്കിയത് നല്ല പദ്ധതി. എന്തായിരുന്നു നല്ല പദ്ധതി? ആദ്യത്തെ പെൻഷൻ എന്താണെന്നറിയോ? 5 വയസ്സ് കഴിഞ്ഞ മുലകുടി മാറിയ കുട്ടികൾക്ക്, 60 കഴിഞ്ഞ വൃദ്ധർക്ക് പെൻഷൻ പൈസ അല്ല, ഗോതമ്പ് കാരക്ക്.
അത് കൊടുക്കും. അന്ന് ഉമർ ഖത്താബിന് വേറെ സ്വഭാവം എന്താണ്? രാത്രിയിൽ ഇറങ്ങി നടക്കും തന്റെ പ്രജകളുടെ സ്ഥിതി അറിയാൻ. അതേതായാലും മുസ്ലിം ലീഗ് മാതൃകയാക്കണ്ട. അങ്ങനെ ഉമർ ഖത്താബ് രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കുന്നു. ജനലിന്റെ കൈകളിലൂടെ പാളി നോക്കി ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് കുട്ടി ഇങ്ങനെ കരയാണ്. ബാപ്പ തൊട്ടടുത്തുണ്ട്. ബാപ്പാനോട് ഉമ്മ പറയാണ്, ഉമറിന്റെ തെറ്റായ നയമാണ് ഈ കുട്ടി കരയാനുള്ള കാരണം. എന്താ കാരണം? കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ മുലകുടി മാറിയിട്ടില്ല. തെറ്റ് മനസ്സിലാക്കി ഉമർ തിരിച്ചുപോയി. രാവിലെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. സുബൈ നമസ്കരിച്ച് അടിയന്തര മന്ത്രിസഭാ യോഗം തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കി. ഞങ്ങളെ ലീഗ നടപ്പിലാക്കി. അതാ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട BJP-ക്കാരോട്. 10,000, 15,000, 1,100 രൂപയാക്കി മാസദിനം തുടങ്ങിയില്ലേ? ഓരോ മാസവും വീടുകളിലെത്തിക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പറഞ്ഞ വാക്ക് പാലിക്കും. അതാ BJP-ക്കാരോട് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ 10 മുതൽ 15 ലക്ഷം വരെ. നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, എന്തേ കൊടുക്കാതെ പോയി? വിദേശ രാജ്യത്തെ കള്ളപ്പണം നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് പ്രകാരം 15 ബഡായിയാണല്ലോ, എത്രയും പറയാലോ. അതിലൊരു മിനിമം അവസാനം പറഞ്ഞെടുക്കുക 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ. 10 ലക്ഷം എടുക്കുക നമ്മൾ ഏറ്റവും ചെറുത്. ആ 10 ലക്ഷം നിങ്ങൾ എങ്ങനെ കണക്കാക്കി? വിദേശത്തെ കള്ളപ്പണത്തെ ഇന്ത്യയുടെ ജനസംഖ്യ കൊണ്ട് അരിച്ചു. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാ? 134 കോടി. ആ 134 കോടി കൊണ്ട് അരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ സംഖ്യ കിട്ടിയതെങ്കിൽ വിദേശത്തെ കള്ളപ്പണം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗമുണ്ട്. എന്താണ് ആ മാർഗം? ഇന്ത്യയുടെ ജനസംഖ്യ കൊണ്ട് 10 ലക്ഷത്തെ ഗുണിക്കുക. 134 ഗുണിക്കണം 10 ലക്ഷം. എത്രയാ ഉത്തരം? 1340 ലക്ഷം കോടി രൂപ. എവിടെ എന്റെ പ്രിയപ്പെട്ട BJP-ക്കാരാ? സ്വിസ് ബാങ്കിലുണ്ട്. ആരാ പറഞ്ഞത്? ഞങ്ങളാണോ? അല്ല, നിങ്ങൾ പറഞ്ഞതാ. നിങ്ങളാണ് പറഞ്ഞത്. അവിടെ ഉണ്ട്. പിടിച്ചെടുത്തോ? പിടിച്ചെടുത്തില്ല. എന്താ കാരണം? മുട്ടുംകാല് പറക്കും. എന്താ കാരണം? അത് റിലയൻസിന്റേതാണ്, അംബാനിയുടേതാണ്, അദാനിയുടേതാണ്, ടാറ്റയുടേതാണ്, ബർളയുടേതാണ്. നിങ്ങൾക്ക് ഷെയർ ഉള്ളതാണ്. എന്താ കാരണം? കണ്ടില്ലേ നിങ്ങൾ? വിഴിഞ്ഞം കൊടുത്തതാർക്ക? അദാനിക്ക്. അദാനി എന്നാ പണക്കാരനായത്? ഗുജറാത്തിൽ നിന്ന്. ഏത് കാലത്ത്? മോഡിയുടെ കാലത്ത്. എന്താ കാരണം? ഗുജറാത്തിന്റെ കടൽ തീരം ചതുരശ്ര മീറ്ററിന് 1 രൂപക്ക് വാടക കൊടുത്തു അദാനിക്ക്. അദാനി അത് മറിച്ചു വിറ്റത് 100 രൂപക്ക്. വിശാലമായ 1000കണക്കിന് ഏക്കറുള്ള ഗുജറാത്തിന്റെ കടൽ തീരം അങ്ങ് വിറ്റു ഇല്ലേ? അദാനി കുതിച്ചു കയറി, അംബാനി പടർന്നു കയറി. എല്ലാവർക്കും ടാറ്റയ്ക്ക് നാനോ കാർ ഉണ്ടാക്കാൻ ഏക്കറക്കണക്കിന് ഭൂമി കൊടുത്തു. ബംഗാളികൾ വന്നപ്പോൾ കൃഷിക്കാരന്റെ ഭൂമി പിടിച്ചാൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ പരാജയപ്പെടുന്നു. ഇവിടെ സമ്പന്നന്റെ ഭൂമിയാണ്, ഗവൺമെന്റിന്റെ ഭൂമിയാണ്. ഏക്കറക്കണക്കിന് ഭൂമി നാനോക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ടാറ്റയ്ക്ക്. അവർ സമ്പന്നരായി. റിലയൻസിന് എണ്ണ കമ്പനി ഉണ്ടാക്കാൻ ഏക്കറക്കണക്കിന് ഭൂമി കൊടുത്തു. അവർ സമ്പന്നരായി. അതിലൊക്കെ നിങ്ങൾക്ക് പങ്കുണ്ട് ഇല്ലേ? അവരുടെ പണമാണ് വിദേശത്ത്. അതാണ് അംബാനിമാരുടെ, മോദിമാരുടെ ഭാര്യമാരുടെ മുമ്പിൽ നമ്മൾ കൂപ്പുകയുമായി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയൂല. മുട്ടുംകാല് പറക്കും. നിങ്ങൾ പിടിച്ചെടുത്തോ? പിടിച്ചെടുത്തില്ല. പിന്നെന്താ നമ്മൾ പറഞ്ഞില്ലേ? കള്ളപ്പണം പിടിക്കും, പൂഴ്ത്തി വെച്ച പണം പിടിക്കും. അയാ പൈസ പിടിച്ചോ? BJP-ക്കാർ പിടിച്ചില്ല. എവിടെന്നെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. എനിക്ക് കിട്ടി കൂട്ടരെ. എന്റെ വീട്ടിൽ നിന്ന് പൂഴ്ത്തി വെച്ച പണം 4,500 രൂപ. എങ്ങനെയാ കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കി? ഞാൻ രാത്രി ഒന്ന് ഷർട്ട് അയച്ചിരുമ്പോ പലപ്പോഴായി എന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ ഭാര്യ അടിച്ചു മാറ്റി 500, 1000 നോട്ടുണ്ട്. അത് പിൻവലിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇത് ചെലവാവില്ല. ആ പൂഴ്ത്തി വെച്ച അതേമാതിരി എന്റെ കയ്യിലെടുത്തെന്ന് ഇതാ 4,500 ഞാൻ പൂത്തിനി പിടിച്ചോളി. അങ്ങനെയെങ്കിലും കിട്ടിയോ എന്റെ പ്രിയപ്പെട്ട BJP-ക്കാർ? കള്ളപ്പണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് പൂഴ്ത്തി വെച്ച പണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞോ? പൈസ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കിട്ടിയത് നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിലാണ് ഇല്ലേ? എന്നിട്ട് ആ നോട്ട് നിരോധനം, അത് കഴിഞ്ഞിട്ട് നോട്ട് നിരോധനം. ഇതിനൊക്കെ പറയുന്നത് എന്താ? രാജ്യസ്നേഹം, അതിർത്തി, പട്ടിണി, പട്ടാളക്കാരൻ. നോട്ട് പിൻവലിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വലിയ സമരം നടത്തി. സാധാരണക്കാരന്റെ ഇടപാട് നടക്കുന്നത് ഈ പണത്തിലൂടെ, വരുതുന്നതിലൂടെ അല്ല. ഓരോ വരുന്നതിലും ഇവിടുത്തെ ATM, PTM-ലൂടെ ഇവിടുത്തെ ബർലക്കും ടാറ്റക്കും കൊടുക്കുന്നത് എങ്ങനെയാ? 100 രൂപന്റെ സാധനം 100 രൂപ കൊടുത്ത് പിന്നെ 80 രൂപന്റെ സാധനം വാങ്ങിയാൽ 20 രൂപ മടക്കി കിട്ടും ഇല്ലേ? ആ 20 നമ്മൾ വീണ്ടും ഇവിടെ കച്ചവടങ്ങൾ പരസ്പരം ചെയ്യും. നമ്മൾ PDN വരുത്തിയാൽ 1 രൂപ ടാറ്റക്ക് പോയി കമ്മീഷൻ. 1 രൂപ 100 രൂപ ഇന്ത്യയിൽ എത്ര ആൾ വരതും സുഹൃത്തെ? അങ്ങനെ ATM-ഉം PTM-ഉം ഇവിടെ ഇന്ത്യയിൽ ഇല്ലേ? നമ്മൾ അതിനെതിരെ വലിയ സമരം നടത്തി. ആ സമരം നടത്തിയപ്പോ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹികളാണ്. എന്താണ്? അതിർത്തിയിലെ പട്ടാളക്കാരനെ ഈ പാകിസ്ഥാൻ ആക്രമിക്കുന്ന കള്ളപ്പണം കൊണ്ടാണ്. നോട്ട് നിരോധനത്തിന് ശേഷം എത്ര ആക്രമണം ഉണ്ടായി എന്റെ പ്രിയപ്പെട്ട BJP-ക്കാരാ? എത്ര പട്ടാളക്കാര് അതിർത്തിയിൽ മരിച്ചു വീണു? നോട്ട് നിരോധനത്തിന് ശേഷം ഇസ്ലാമിക തീവ്രവാദികൾ, പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണമേറ്റ് എത്ര പട്ടാളക്കാര് മരിച്ചു വീണു?
നിങ്ങളാണോ പട്ടാളക്കാരനെ രക്ഷിക്കാൻ പോകുന്നത്? കാർഗിൽ യുദ്ധ സമയം ഇല്ലേ? പിന്നെ മരിച്ചു വീണ പട്ടാളക്കാരന്റെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ ശവപ്പെട്ടിക്ക് കൈക്കൂലി വാങ്ങിയ പാർട്ടി ഞങ്ങള്. ആയുധം വാങ്ങുന്നതിന് കൈക്കൂലി വാങ്ങിയവൻ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ്. BJPന്റെ പട്ടാളക്കാരന് കൊടുക്കുന്ന ആയുധത്തിന് കൈക്കൂലി വാങ്ങിയ വേറെ ഏത് പാർട്ടി പ്രസിഡന്റ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത്? വാർത്താനത്തിൽ പോലും ഇല്ല. ഇന്ത്യൻ പട്ടാളം എന്റെ സ്വന്തം കയ്യിൽ കേട്ടുള്ള മാതിരിയ എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇന്നും ഞാൻ ഓർക്കുക, സ്കൂളിന്റെ അസംബ്ലിയിൽ മാതൃഭൂമി പത്രം വായിക്കുമ്പോ എന്റെ അധ്യാപകൻ പറഞ്ഞു, ഹൃദയത്തിൽ തട്ടി വായിക്കണം, അന്നാണ് പാകിസ്ഥാന്റെ യുദ്ധമുണ്ടായത്. നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കുമ്പോ ഢാക്കയുടെ തിരുമുറ്റത്ത് വെച്ച് ഏഷ്യാഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പട്ടാളക്കാരൻ ഇന്ത്യൻ പട്ടാളക്കാരന്റെ മുൻപിൽ വെള്ളക്കൊടി വീശി കീഴടങ്ങുമ്പോ, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വാനിൽ ഉയർത്തുമ്പോ അന്ന് തെരുവിലിറങ്ങി വിളിച്ച മുദ്രാവാക്യം എനിക്കോർമ്മയുണ്ട്, ജനറൽ മനേക്ഷയ്ക്ക് അഭിവാദ്യം. ഇന്ത്യയുടെ സർവ്വസൈനാധിപനാണ് ജനറൽ മനേക്ഷ. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ജഗജീവൻ റാം രാജ്യരക്ഷാ മന്ത്രി. എത്ര യുദ്ധം ഇന്ത്യ ജയിച്ചിട്ടുണ്ട്? അന്ന് നിങ്ങളുണ്ടോ? ഇല്ല. ഇന്ത്യയുടെ പട്ടാളക്കാരന്റെ കുത്തകയൊന്നും നിങ്ങൾ ഏറ്റെടുക്കണ്ട. എന്നിട്ട് പറയാണ് പട്ടാളക്കാരന്, നിങ്ങൾക്ക് കേൾക്കണം, നിലമ്പൂരിൽ ഉർമള്ളു. എന്താ കാരണം അറിയോ? 5 ദിവസത്തെ ലീവിന് വന്ന പട്ടാളക്കാരനാ നോട്ട് മാറ്റാൻ നിൽക്കുന്നത്. 2ാമത്തെ ദിവസം ഉണ്ട് അതിൽ നിൽക്കുക. ഓനോടെ അതിർത്തിയിലെ പട്ടാളക്കാരന്റെ പോലീസ് ഒപ്പം പറയുന്നേ ഇല്ലേ? എന്നിട്ട് അതിനെതിരെ ജാഥ നടത്തിയാൽ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹികൾ ഇല്ലേ? നോട്ട് നിരോധനം, കള്ളപ്പണത്തിനെതിരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന കപട നാടകത്തിനെതിരെ ശോഭാ സുരേന്ദ്രന്റെ യാത്ര എവിടെ ഇല്ല കൂടിയാ പോകുന്നത്? കൊടുങ്ങല്ലൂരുടെ ശോഭാ സുരേന്ദ്രന്റെ യാത്ര പോകുമ്പോ ഈ കള്ളപ്പണക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവൻ എവിടെയാ? BJPക്കാരപ്പോ നമ്മൾ അടിക്കുകയും നമ്മളിങ്ങനെ അടിക്കേരി 2000 നോട്ട്, 500 പുതിയ നോട്ട് നമ്മളിങ്ങനെ അടിക്കേരി. BJPന്റെ അഖിലേന്ത്യാ നേതാക്കൾ ശോഭാ സുരേന്ദ്രന്റെ ജാഥക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം കൊടുക്കുന്നു. ദേശസ്നേഹികൾ നമ്മളോ ദേശദ്രോഹികൾ? കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ദേശദ്രോഹികൾ. നിങ്ങൾക്ക് ജനഗണമന ചെല്ലാൻ അറിയോ? നമ്മളോടാ ചോദ്യം, കമ്മ്യൂണിസ്റ്റുകാരോട് ചോദ്യം ഇല്ലേ? കമലിനെതിരിൽ ജാഥ നടത്തി. എന്താ കാരണം? കമൽ ഇടതുപക്ഷ സഹയാത്രികനാണ്. കൊടുങ്ങല്ലൂരിലെ കമലിന്റെ വീട്ടിൽ ജാഥ പിടിച്ച് ഖമാലുദ്ദീനാക്കി. ജാഥന്റെ മുമ്പിലാരാ? ഈ ദേശസ്നേഹം കൊണ്ട് കള്ളനോട്ടടിക്കുന്നവൻ ജാഥന്റെ മുമ്പില്. എന്താ കാരണം? ഈ ജനഗണമന പാടുമ്പോ പെട്ടെന്നുണ്ടാക്കിയ നിരോധനമാണ്. അത് നിരോധിച്ച് സുപ്രീം കോടതിയിൽ ജനഗണമന ചെല്ലണ്ട, പാർലമെന്റിൽ ചെല്ലണ്ട, വിവാദത്തിലേക്കൊന്നും ഞാനില്ല. ഇതറിയാത്ത കുറെ ആളുകൾ സിനിമകളിൽ ഇരുന്നുപോയി. അവരെ അറസ്റ്റ് ചെയ്തപ്പോ പോലീസിനോട് പറഞ്ഞു നേരത്തെ അവരൊന്ന് അറിയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ കമല് പറഞ്ഞപ്പോ കമല് ദേശദ്രോഹി, പോകണം പാകിസ്ഥാനിലേക്ക്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുക, ജനഗണമന അറിയോ? നിങ്ങൾക്ക് ദേശീയഗാനം അറിയോ? ഞാനിങ്ങനെ ആലോചിച്ചു. എന്റെ കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച സുലോചന ടീച്ചർ, ഞാൻ ഇപ്പോഴും ഓർക്കും സുലോചന ടീച്ചറെ. പറഞ്ഞാൽ നിങ്ങൾ അറിയും സുലോചന ടീച്ചറെ. കേരളത്തിന്റെ പ്രിയപ്പെട്ട സിനിമാ താരണ്ടായിരുന്നു, നിത്യഹരിത നായകൻ പ്രേംനസീർ. ആ പ്രേംനസീറിന്റെ ഹരിജൻ പ്രേംനവാസ് കല്യാണം കഴിച്ചത് എന്നെ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സുലോചന ടീച്ചറാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ചെന്നൈയിൽ. പ്രേംനവാസ് മരിച്ചു. ആ സുലോചന ടീച്ചർ എന്നെ ജനഗണമന പഠിപ്പിച്ചു. അവര് ചൊല്ലിത്തന്നു, ഞാനിങ്ങനെ ചൊല്ലി. പക്ഷെ എനിക്കൊരു അബദ്ധം എപ്പോഴും പറ്റും. എവിടെയാണ്? ജനഗണമ അവസാനം ജയ 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 ഹേ 5 ചെല്ലേണ്ടത്. പക്ഷേ പലപ്പോഴും എന്റേത് 5 കഴിഞ്ഞ് 6ഉം 7ഉം ഒക്കെ ആയിട്ട് അങ്ങ് കടന്നു. അപ്പോ സുലോചന ടീച്ചർ പറഞ്ഞു, എഴുതി പഠിക്കണം, എഴുതി പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി പഠിച്ചു. അങ്ങനെ ജനഗണമന ഞാൻ കാണാപ്പാടം അന്ന് മുതൽ ചൊല്ലും. ജനഗണമന ചെല്ലുമ്പോ അതിനെ ബഹുമാനിക്കാനും കൂടെ ചെല്ലാനും ഒക്കെ എനിക്കറിയാം. അങ്ങനെ ജനഗണമനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ കാറിൽ പോകുമ്പോ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു ടീച്ചർ പ്രസംഗിക്കുന്നു. വിഷയം എന്താണ്? ജനഗണമന. പ്രസംഗിക്കുന്ന ടീച്ചർ, വിഷയം ജനഗണമന. ഉടനെ എനിക്ക് സുലോചന ടീച്ചർ ഓർമ്മ വന്നു. ഒരു ടീച്ചറുടെ ഓർമ്മയും ജനഗണമനയും കേട്ടപ്പോ ഞാൻ അവിടെ ഇറങ്ങി. പക്ഷെ ആ ടീച്ചർ നേരെ വിലങ്ങത്തിലാ പ്രസംഗം. എന്താ പറഞ്ഞത്? ആ ടീച്ചർ പറയാണ് ജനഗണമന ദേശീയ ഗാനം അല്ല. ഞാൻ മുമ്പോട്ട് നോക്കി, മോർച്ചക്കാരുണ്ട്, കയ്യടിയാ, BJPക്കാരുണ്ട്, മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചറെ മനസ്സിലായിരുന്നു? ശശികല ടീച്ചർ. ശശികല ടീച്ചർ പറയുന്നു ജനഗണമന ദേശീയ ഗാനം അല്ല. എന്താ കാരണം? ദേശമെന്ന് പറഞ്ഞാൽ അമ്മയാണ്, രാഷ്ട്രമെന്ന് പറഞ്ഞാൽ അമ്മയാണ്. എന്താ ജനഗണമന പറയുന്നത്? ജനഗണമന അതിനായക ജയ ഹേ. ജനഗണങ്ങളുടെ മനസ്സിലുള്ള അതിനായകൻ ജയിക്കട്ടെ. അതിനായകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, അത് പുരുഷനാണ്. അതുകൊണ്ട് ജനഗണമന ദേശീയ ഗാനമല്ല. അത് ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ജോർജ് ആറാമനെ പ്രകീർത്തിച്ച് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാണ്. എന്റെ പ്രിയപ്പെട്ട BJPക്കാരെ, വിനീതമായൊരു അപേക്ഷ, നിങ്ങളൊരു തീരുമാനത്തിലെത്തി, എന്നാ പിന്നെ ഞങ്ങൾക്ക് ആ തീരുമാനത്തിൽ അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. ജനഗണമന ദേശീയ ഗാനാണോ? ആണെങ്കിലാണ് നിങ്ങൾ പറയും. എന്നിട്ട് ഞങ്ങളോട് എണീറ്റിക്കാൻ പറയും. ഞങ്ങൾ എണീറ്റിക്കുന്നു, നിങ്ങൾ പറയുന്നു ജനഗണമന ദേശീയ ഗാനമല്ല. അതിനും വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വെട്ടിക്കൊല്ലും. അതിനും വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വെട്ടിക്കൊല്ലും. ഇല്ലേ? നമ്മൾ കണ്ടതല്ലേ ഗുജറാത്തിലെ ദളിതൻ, പുനയിലെ ദളിതൻ, ആ സമരത്തിൽ പങ്കെടുത്തവനാണ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷഹീദ് റൂമി.
ഉനയിലെ പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭകാരികളോടൊപ്പം കിലോമീറ്ററുകൾ നടന്ന എന്റെ സഹപ്രവർത്തകൻ ഇല്ലേ? എന്തിനായിരുന്നു ഉനയിലെ ദളിതരെ നമ്മൾ ആക്രമിച്ചത്? പ്രിയപ്പെട്ട BJP-ക്കാർക്ക് ഓർമ്മയുണ്ടോ? ചത്ത പശുവിന്റെ തൊലിയുരിഞ്ഞതിന്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ പാർലമെന്ററി ഭക്ഷ്യ സുരക്ഷാ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് എന്താ പറയുന്നത്? ഇന്ത്യയിലെ ജനങ്ങളിൽ 70% ആളുകൾ മാംസബുക്കുകളാണ്.